Hare Krishna, Sarvam Krishna Arpanam. Om Yakshaya Kuberaya Vaishravanaya Dhanadhanyadhipataye. ഇന്ന് കുറേ കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ കോൾസിലേക്കും ഞാൻ തിരിച്ച് വിളിക്കുക കേട്ടോ. ഒത്തിരി തിരക്കായി, ഒരുപാട് ജോലി ഇതും സൺഡേ അല്ലേ. ഇവിടെ എപ്പോഴും ഒരു ബിസി വീടാണ്, ഒരു രക്ഷയില്ല. അതെ, കഴിഞ്ഞ വർഷം കുറെ പായസം കുടിച്ചു, പ്രാവശ്യം ലീവില്ല. എപ്പോഴും എന്താ അസുഖം വലിയ കുഴപ്പമില്ല, പക്ഷെ നമുക്കതൊരു ഇറിറ്റേഷൻ ഉണ്ട്, ഇല്ലാന്നില്ല, ഇറിറ്റേഷൻ ഉണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ വാട്ടർ ലെവൽ കുറവാകുമ്പോൾ നല്ല പെയിനുണ്ട്. അത് ഒരു സൈഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതിനിടയ്ക്ക് വർക്ക് പോകുന്നു, മഞ്ജരീസിൻ്റെ മെസ്സേജ് നോക്കല്, കോൾസ് അറ്റൻഡ് ചെയ്യല്, എന്താ പറയുക, കുക്കിങ്, പിന്നെ മോൻ വന്നതിൻ്റെ ഒരു ബഹളം. കുഞ്ച് സൗണ്ട് കമ്മി പണം ചൊല്ലിയില്ല. ഡോർ ക്ലോസ് പണം, ബെഡ്റൂം ഡോർ ക്ലോസ് പണി. ഇവിടെ എപ്പോഴും എല്ലാവരുമായിട്ട് ഭയങ്കര ബിസിയാണ് ഇവിടെ വീട്ടിൽ. എന്താ പറയുക, അടുത്തുള്ളവരും അറിയാമല്ലോ ഇവിടുത്തെ ഒരു സ്റ്റൈല്. അപ്പം എപ്പോഴും കളിയും ചിരിയും തമാശയും, അവരെ ഒരുമിച്ചിരുന്ന് എന്താ പറയുക, തുളസി നന്നാക്കലും കുക്ക് ചെയ്യലും സുഖമായി വരുന്നു അമ്മേ. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് എപ്പോഴും ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇവിടെ കിച്ചൺ എൻ്റെ മാത്രമല്ല, ഇവിടെ എല്ലാവരുടെയും കൂടെ കിച്ചണാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നത്, പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, രാവിലെ ഒരു ഏകദേശം ഒരു 5:30 to നൈറ്റ് ഒരു 12:30 വരെ ഇവിടെ ബിസിയാണ്, വീട്ടിൽ ഫുൾ ടൈം ബിസിയാണ്. അത് ഞാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും. കാരണം നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരും അവരുടെ മക്കളും ബിന്ദു അമ്മയും അമ്മുവിൻ്റെ മക്കളും എല്ലാവരും ഇപ്പം എല്ലാവരും ഒരുമിച്ചിരുന്ന് എന്താ പറയുക, റൂമിലിരുന്ന് കാപ്പി കഴിക്കുന്നു, സംസാരിക്കുന്നു. ലക്ഷ്മി ആൻറ്റി വരും, അപ്പോൾ പച്ചക്കറി അരിയുന്നതും എല്ലാം ഇവിടെ ഒരുമിച്ചിരുന്നാണ് വീട്ടിൽ. പിന്നെ ഞാൻ എൻ്റെ വഴിക്ക് ക്ലാസ് എടുക്കുന്നു. നൈറ്റിലേക്ക് എന്താ പറയുക, ലക്ഷ്മി ചേച്ചി, നമ്മുടെ മനുഷ്യരി ചേച്ചിയുടെ ഹസ്ബൻഡ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് ഇതെടുത്തിട്ട് വന്നു, മധുരക്കിഴങ്ങെന്ന് പറയില്ലേ, മധുരക്കിഴങ്ങ് എടുത്തിട്ട് വന്നു. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ ബിന്ദു അമ്മ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവന്തിയും കൃതികയും അതിന് ഹെൽപ്പ് ചെയ്യുന്നു. സഞ്ജുവും മഹേശ്വരി ചേച്ചിയുടെ മോനും കൂടെ പുറത്തു പോയിരിക്കുന്നു എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാൻ. പിന്നെ ഇനിയിപ്പം നമ്മുടെ ജിം മാസ്റ്ററും കൂടെ വന്നാൽ താഴെ അവരെല്ലാവരും പോയിട്ട് ഷട്ടിൽ ബാറ്റ് കളിക്കും. ഒരു എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്നറിയോ, ഭഗവാൻ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ ആ ഒരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് എപ്പോഴും ഒരു ഹാപ്പിനെസ്. നമ്മളൊരു അണുകുടുംബത്തിൽ നിന്നും ഒരു കൂട്ടുകുടുംബത്തിലേക്കുള്ള ഒരു മാറ്റം, അതാണ് ഇവിടെ. അതുകൊണ്ട് എപ്പോഴും ഇവിടെ ബിസി ആയിരിക്കും. എന്തെങ്കിലും സൗണ്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക. എന്താ പറയുക, സൂപ്പർ ഗുരുവായൂർ പോകും. എപ്പോഴും ഒരു നല്ല പ്രതീതിയാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒരു ഇതിൽ എന്താ പറയുക, ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഉള്ള ഒരു ലൈഫിനേക്കാളും കുറച്ചും കൂടെ ഒരു ബിസി ലൈഫ്, എല്ലാവരും സംസാരിക്കാനും അങ്ങനെയൊക്കെ. അപ്പം അതുകൊണ്ടാണ് കുറച്ച് സൗണ്ടുകളൊക്കെ ഉണ്ടാവുന്നത്. ആ സൗണ്ടുകളൊക്കെ ഒന്ന് ക്ഷമിക്കുക, ഓക്കെ. ഇന്ന് സൺഡേ ആണ്. ഞാൻ രാവിലെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ മനഃപൂർവ്വം ക്ലാസ് എടുക്കാത്തതാണ്, കാരണം ഒരു സൺഡേ അല്ലല്ലോ. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ കുറച്ച് നേരം ഉറങ്ങുക, റെസ്റ്റ് എടുക്കുക, ആരോഗ്യം സൂക്ഷിക്കുക, എല്ലാം എപ്പോഴും ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഓക്കെ. മറ്റ് വിശേഷങ്ങളൊന്നുമില്ലല്ലോ. നമുക്കപ്പം ക്ലാസ് തുടങ്ങാം. ഇപ്പോഴാണ് കുട്ടികളുടെ ക്ലാസ് ഒന്ന് കഴിഞ്ഞത്. എല്ലാവരും ചക്കരവള്ളിക്കിഴങ്ങ്, അതെ, എന്താ തേങ്ങായാണോ തേങ്ങയാണോ? കരിക്കും. ബിന്ദുമ്മ കടയിൽ പോയിട്ടൊരു തേങ്ങ വാങ്ങിച്ചിട്ട് വന്നു, പക്ഷെ അത് കരിക്കായിപ്പോയി. അത് ശർക്കര ഇട്ട് കൊണ്ടുത്തന്നത്. ബിന്ദുമ്മ കഴിച്ചില്ലേ? ഇതാ കഴിച്ചോളൂ. ഇതാ ഇല്ല, എടുക്കൂ, പോട്ടെന്നേ, സാറില്ലെന്നേ. ഞാൻ പിന്നെ കഴിക്കാം. അപ്പോൾ കുറച്ച് നാളായല്ലോ മാഡം താങ്കളെ കണ്ടിട്ട്. ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്.
തീർച്ചയായിട്ടും കൂട്ടുകുടുംബം ഒരു ഭയങ്കര സുഖമുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. രസകരമായ ഫീലാണ്. എനിക്ക് തോന്നുന്നു കുടുംബത്തേക്കാൾ സന്തോഷമാണ് നമ്മുടെ ഈ വീട്ടിൽ. അടുത്തുള്ളവരാണെങ്കിൽ കൂടിയും ഒരു കുടുംബം പോലെ. എപ്പോഴും ഒരു കിച്ചണിൽ ഒരാൾ കറി, ഒരാൾ തോരൻ, ഒരാൾ പപ്പടം, ഒരാൾ ചോറ്, ഒരുമിച്ചിരുന്ന് കഴിക്കുക. എല്ലാവരുടെ ബർത്ത്ഡേ ആഘോഷങ്ങൾ, വിവാഹ വാർഷികങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഒരു പൂ കിട്ടിയാൽ പോലും അതെല്ലാവരും ഷെയർ ചെയ്യുക. അവനവൻ്റെ വീട്ടിൽ എന്തെങ്കിലും സാധനം അല്ലെങ്കിൽ ഉടനെ എടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ പാല് തിളപ്പിച്ചപ്പോഴേക്കും ബിന്ദുമ്മ കുറച്ച് മാറ്റി വെച്ച പാലെടുത്ത് അതിലൊഴിച്ചപ്പോഴേക്കും പാല് പിരിഞ്ഞു പോയി. കടയിൽ പോകേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു വീട്ടിൽ പാലുണ്ടാവും. നേരെ അമ്മുവിൻ്റെ അടുത്ത് പോയിട്ട് പാലെടുത്തുകൊണ്ട് വന്ന് തിളപ്പിച്ച് ഇവിടെ എല്ലാവരും കാപ്പി കഴിച്ച് എനിക്കും ഒരു കാപ്പി കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു 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 അറ്റ്മോസ്ഫിയർ. തുണി വിരിച്ചിടാനാണെങ്കിലും വാഷിംഗ് മെഷീനിൽ തുണി കഴുകിക്കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ എടുത്തിട്ട് ബക്കറ്റിൽ കൊണ്ടുപോയി വിരിച്ചിട്ടോളൂ. നമ്മൾ അതിൻ്റെ പിന്നിൽ എന്താ പറയുക, സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയൊക്കെ കൂടെ ഒരു ഭയങ്കര രസകരമായ ഒരു അവസ്ഥ. ഞാൻ ശരിക്കും ഈ ഒരു ലൈഫ് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, പിന്നെ ഭഗവാന് ചാർത്തുന്ന ഹാരമാണെങ്കിൽ അത് കഴിയുമ്പോൾ എല്ലാവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലും ഉണ്ടാവും. അങ്ങനെ ഒരു രസമുള്ള ഒരു സന്തോഷം. വരൂ, ഇങ്ങോട്ടേക്ക് വരൂ, സാധിക്കുന്നവർ വരാം. അപ്പോൾ അവർക്കത് ഫീൽ ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഒരു മനോഹരമായ കാരണം ഒരേ മനസ്സാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസമെന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ, ഹരിപ്രിയ. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കുറേ ദിവസമായില്ലേ നല്ലൊരു പ്രോപ്പർ ക്ലാസ്സൊക്കെ എടുത്തിട്ട്. ഇപ്പോൾ ഞാൻ മഹാഭാരതമല്ല എടുക്കുന്നത്. മഹാഭാരതം ഉണ്ട്, പക്ഷെ എങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമുക്ക് വേറെ 1-2 സംഭവങ്ങളൊന്ന് പഠിക്കാം അല്ലേ. നമ്മൾ രാവിലെ ഗീതയുടെ കൂടെ കൽക്കി പുരാണം പഠിക്കുന്നുണ്ട് അല്ലേ. ഗീതയും കൽക്കി പുരാണവും കൂടെയാണ് ഞാൻ മിക്സ് ചെയ്ത് പോകുന്നത് രാവിലെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് കൽക്കി പുരാണം മാത്രം ഒന്ന് നോക്കാം. വീട് ഒക്കെ ഭഗവാൻ ചെന്നൈയിലൊരു വീട് വെക്കാമെന്നൊന്നും പറയണത് അത്രയ്ക്ക് ഈസി അല്ല. അപ്പം അങ്ങനെ പോട്ടെന്നേ. നമ്മളിപ്പം അതിൻ്റെ പിന്നിൽ പോയി ഒരു ജന്മം മുഴുവൻ ലോൺ എടുത്ത് അതിൻ്റെ ലോണ് അയ്യോ എനിക്ക് വയ്യ, അതിൻ്റെ ടെൻഷൻ താങ്ങാൻ പറ്റൂല. ഭഗവാൻ എന്ത് തരുന്നോ അത്, അല്ലാതെ നമുക്ക് അങ്ങനെ ഒരു സംഭവബഹുലമായ സ്വപ്നങ്ങളൊന്നുമില്ല. സ്വന്തം വീട് അങ്ങനെ എങ്ങനെ. എനിക്ക് അങ്ങനെയുള്ള റിസ്കിനൊന്നും വയ്യ. വരൂ എല്ലാവർക്കും സ്വാഗതം. അപ്പം അങ്ങനെയുള്ള റിസ്കുകളൊന്നും എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. ചെന്നൈയിലെ ഒരു വീട് എന്നൊക്കെ പറയുന്നത് ഭയങ്കര റേറ്റാണ്. ലക്ഷങ്ങളുടെ പ്രോപ്പർട്ടിയൊക്കെ വേണ്ടത്. ഭഗവാൻ തരുന്നുണ്ടെങ്കിൽ മേടിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. അതിന് വേണ്ടി അങ്ങോട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യാനൊന്നും എന്നെ കൊണ്ടാവൂല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എന്താ പറയാ, കൽക്കി പുരാണത്തില് പ്രച്ഛന്ന കലിയായ മോഹം എന്നുള്ള ഒരു ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. എന്താണ് പ്രച്ഛന്ന കലിയായ മോഹം? ഇതിൽ പറയുന്നു, കലിയായിരിക്കുന്ന മോഹം. നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ, മോഹമാണ് കലിയുഗത്തിലെ കലി എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ ഈ കലി എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ നാശത്തിന് കാരണമായിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്താ പറയാ, കലി എങ്ങനെയാണ്? ശ്രീകുട്ടി സ്വാഗതം. ഇനിയും വരൂ, ഇനിയും കൂടെ ഇരിക്കൂ, നമുക്ക് ഒരുമിച്ചിരിക്കാം. കൂടെ ഇരുന്ന ആഗ്രഹം തീർന്നില്ല, ഇനിയും നമുക്ക് കഥ പറയാടൂ, വാ. അപ്പം എങ്ങനെയാണ് മനുഷ്യന്റെ നാശത്തിന് കലി കാരണമാകുന്നത് എന്ന് നമുക്ക് നോക്കാം. പുരാണങ്ങളില് ദക്ഷചരിതത്തിൽ അതേക്കുറിച്ച് പറയുന്നുണ്ട്. ദക്ഷചരിതത്തില് വളരെ വിശദമായി പറയുന്നുണ്ട്. ബ്രഹ്മാവിന്റെ മകനായിട്ട്, ശ്രദ്ധിച്ച് കേൾക്കണേ, ബ്രഹ്മാവിന്റെ മകനായിട്ട് ദക്ഷ പ്രജാപതി ജനിച്ചു. ആരാണ് ജനിച്ചത്? ബ്രഹ്മാവിന്റെ മകനായിട്ട്, ബ്രഹ്മദേവന്റെ മകനായിട്ട് ദക്ഷ പ്രജാപതി ജനിച്ചു. അദ്ദേഹത്തിന് എപ്പോഴും സൃഷ്ടി വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹമേ ഉള്ളൂ. ദക്ഷ പ്രജാപതിക്ക് എന്താ പറയാ, ദക്ഷ പ്രജാപതി ജനിച്ചു. അപ്പൊ അദ്ദേഹത്തിന് എപ്പോഴെന്താണ്, സൃഷ്ടിയെ വർദ്ധിപ്പിക്കണം, ഈ ഒരു ആഗ്രഹം. അങ്ങനെ ദക്ഷപുത്രിയായിട്ട്, ദക്ഷന്റെ മകളായിട്ട് പരാശക്തി, ആദി പരാശക്തി ദേവി, അപ്പോ ദേവി സതി എന്ന നാമധേയത്തിലാണ് അവതരിക്കുന്നത്. ദേവി സതി എന്ന നാമത്തില് അവതരിക്കുകയാണ്. സതീദേവി എന്ത് ചെയ്തു?
പരമേശ്വരനെ തന്നെ മനസ്സുകൊണ്ട് പതിയായിട്ട് സ്വീകരിച്ചു. മഹാദേവനെ സതീദേവി പതിയായിട്ട് സ്വീകരിച്ചു. ഇതറിഞ്ഞ ദക്ഷൻ എന്ത് ചെയ്തു? സതിയുടെ സ്വയംവരം നടത്താൻ തീരുമാനിച്ചു. സതീദേവിയുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചു. ആ സ്വയംവര വേദിയിൽ വെച്ചിട്ട് സതീദേവി എന്ത് ചെയ്ത് ഉത്തമനായ ഒരു പുരുഷനെ വിവാഹം ചെയ്യും എന്നാണ് ദക്ഷൻ കരുതുന്നത്. മകളുടെ സ്വയംവരം നിശ്ചയിച്ചു. അപ്പം അച്ഛൻ മകളുടെ സ്വയംവരം നിശ്ചയിച്ചപ്പോൾ അച്ഛൻ എന്താ കരുതുന്നത്? ദക്ഷ പ്രജാപതി എന്താ കരുതുന്നത്? സ്വയംവരത്തിൽ വെച്ചിട്ട് എൻ്റെ മകള് ഒരു ഉത്തമനായിരിക്കുന്ന ഒരു പുരുഷനെ എന്ത് ചെയ്ത് വിവാഹം കഴിക്കും എന്നാണ് തീരുമാനിച്ചത് എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ശ്മശാനവാസിയും ഭസ്മരുദ്രാക്ഷികൾ, അതായത് ഭസ്മവും രുദ്രാക്ഷവും ഒക്കെ ധരിച്ച വൃഷഭ വാഹനനുമായ ശിവഭഗവാനെ, മഹാദേവനെ ദക്ഷൻ ആദരിച്ചില്ല, ബഹുമാനിച്ചില്ല. ഓക്കെ, മഹാദേവൻ എന്ത് ചെയ്തു? സർവലോകേശ്വരനാണെന്ന തത്വത്തെ, മഹാദേവൻ സർവലോകത്തിനും ഈശ്വരനാണെന്നുള്ള ആ തത്വത്തെ സ്മരിക്കാൻ കൂടി ദക്ഷ പ്രജാപതി തയ്യാറായില്ല. ദക്ഷ പ്രജാപതി സർവലോകങ്ങൾക്കും മഹാദേവൻ ഈശ്വരനാണെന്നും കൂടെയുള്ള ആ ഒരു ഓർമ്മ പോലും ഈ ദക്ഷ പ്രജാപതിയുടെ മനസ്സിലില്ല. മോഹത്തിന് വിധേയനായവൻ, അതായത് മോഹത്തിന് അടിമപ്പെട്ടവൻ, ധർമ്മത്തെയും ഈശ്വരനെയും നിന്ദിക്കുന്നു എന്നാ പറയുന്നത്. മോഹം മാത്രം മനസ്സിലുള്ള വ്യക്തി ധർമ്മത്തെയും നിന്ദിക്കും, ഈശ്വരനെയും നിന്ദിക്കും. മനസ്സിലായില്ലേ? பரவாயில்ல, பேசிட்டு இருந்தோம்ல, அதனால 1 hourல முடிச்சிடும். മോഹത്തിന് വിധേയപ്പെട്ട് കഴിഞ്ഞാല് ധർമ്മത്തെയും ഈശ്വരനെയും നിന്ദിച്ചു കളയും. മോഹം തലയ്ക്ക് പിടിച്ച ആൾക്കാർ മാത്രമല്ല, ജനിമൃതി ചക്രത്തിൽ നിന്ന് ജനിക്കാ മരിക്കുക, ജനിക്കാ മരിക്കുക, ജനിക്കാ മരിക്കുക എന്നുള്ള ആ ചക്രത്തിൽ നിന്ന് മുക്തി നൽകുന്ന മഹാദേവൻ, ജനിമൃതി മരണത്തിൽ നിന്ന് മുക്തി നൽകുന്ന മഹാദേവൻ എന്താ ചെയ്യുന്നത്? ശിവൻ തന്റെ പുത്രിയെ പരിണയിക്കുകയാണെങ്കിൽ, വാ 1 hour കഴിച്ചു വാ. അയ്യോ, ഞാൻ ഇവരെയൊക്കെ എന്താ ചെയ്യണ്ടേ? എല്ലെണ്ണത്തിനും ഞാൻ എന്താ ചെയ്യണ്ടേ? കൃഷ്ണന്റെ പ്രസാദത്തിന് വെയിറ്റിംഗ് ഇവര്. ഹരേ കൃഷ്ണ. 1 മിനിറ്റ് ഇരമ്മു. എന്താ പ്രസാദം? കൃഷ്ണ പ്രസാദം. ஐயோ நாராயணா, கிருஷ்ண பிரசாதத்துக்கு எப்படி சண்டை பாரு. சி உங்களுக்கு வேணும்? ஏ பிரியாக்கா குடுறா, லட்சுமி ஆண்டி வேற வேற பாத்திரத்துல, சாமி பாத்திரம், அதுல கொட்டிட்டு சாப்பிடு. കിച്ചുവിന്റെ പ്രസാദത്തിനുള്ള അടി അവിടെ. സാമി പാത്രം കഴുകി കണ്ണ കണ്ടോ? കിച്ചുവിന്റെ പ്രസാദത്തിനുള്ള അടിയാ. പ്രിയ ആണ്ടി കൂട്, ലക്ഷ്മി ആണ്ടി കൂട്. അയ്യോ നാരായണ. ഒരു ചിന്ന കിണ്ണത്തിൽ വെച്ചു കൊടു പ്രിയാണ്ടിക്ക്, ലക്ഷ്മി ആണ്ടിക്കും എടുത്തു. ഒരേ തട്ടിൽ വെച്ചു കൊടു. ഇന്നലെയാണ് മാങ്ങ വന്നത്, എനിക്ക് കിട്ടിയില്ല. ഭഗവാന്റെ പ്രസാദം എനിക്ക് വേണമെന്ന്. അത് ഒരു കുഞ്ഞ്, ഞാൻ ഒരു മിഠായി വെച്ചാ പോലും ഇവിടെ കിച്ചുവിന്റെ പ്രസാദത്തിന് ലൈനും അടിയാ, ഭയങ്കര അടി. കണ്ടോ? ബിന്ദുമ്മയ്ക്ക് അടച്ചതാ. பாவம் மேடம்க்கு கொடுக்கலன்னா வயிறு வலி. எடுத்து வெச்சுக்கோ, நான் சாப்பிட்டுக்கிறேன். அப்புறம் அந்த தட்டுல வெச்சுக்கோ. தட்டுல எடுத்து வெச்சிருங்க. இது எடுக்க கூடாது, இது எனக்கு ஏன் பிரசாதம். சஞ்சு இல்ல, சஞ்சு இதுல வெச்சிரு. கிருத்திகாக்கு இத எடுத்து போடுறோம். லட்சுமி ஆண்டிக்கு, பிரியா, அங்க அரவிந்த் இருக்கு, அரவிந்தும் இருக்கு, சந்தியாவும் இருக்கு.
இதென்ன நீ குடுக்குற மாதிரி கொடுத்துட்டு எல்லாத்துக்கும் கொடுங்க. அப்ப எனக்கு என்ன இருக்கீங்க? ஒண்ணுமே பீஸ் குடுற பாவடே ஒரு ஆதி கொடுத்துரு. அரவிந்த் கொடுங்க. இந்த நான் இதெல்லாம் கொடுக்க மாட்டேன். അവര് அரவிந்த் കുടുംബം ഏതാ പേര് കൊടുക്കறாங்க? ബിന്ദു മാതാജിയൊക്കെ പറയുന്നുണ്ട് അവർക്കും വേണം എല്ലാവർക്കും വേണമെന്നാ പറയണത്. ഹരേ കൃഷ്ണ. സഞ്ജുക്ക് വെക്കരുത്. ഇല്ല അതില് സഞ്ജു എന്ത് സഞ്ജുക്ക് വെച്ചുക്കോ. അതാ സഞ്ജുക്ക് അവന്തിക്ക് വൈകി. അവന്തിക്ക് ഇത് അവന്തിക്കകത്ത് ഭയങ്കര അടിയായി ഇവിടെ. കൃഷ്ണപ്രസാദത്തിന് അടിയായി. அப்புறம் கிருத்திகாக்கு എണ്ണിയാണ് കൃഷ്ണപ്രസാദം. ഒരു മിഠായി ഇരുന്നാൽ ആ മിഠായിന് ഒരു എത്ര കഷ്ണാക്കുന്ന അറിയാമോ? ഒരു ചോക്ലേറ്റ് ആണ് എത്ര കഷ്ണാക്കിയിട്ടാന്നറിയോ ഇവിടെ കഴിക്കുക. കൃഷ്ണപ്രസാദ ഭഗവാന്റെ കിച്ചുവിന്റെ പ്രസാദത്തിനുള്ള ബഹളമായി കാണുന്നത്. എല്ലാരും ഞങ്ങൾക്ക് വേണോ ഞങ്ങൾ அவர் பெருசு பெருசா கொண்டுருங்க. முடியாது போங்க. കൊട്ടയെ കൊടുത്തിട്ട് நாங்க. ഹരേ കൃഷ്ണ. ശരി ഓക്കെ. കിച്ചുവിന്റെ പ്രസാദത്തിന് എന്നും ഇവിടെ വഴക്കാം. വെയിറ്റിംഗ് ആണ് കിച്ചുവിന്റെ പ്രസാദത്തിന്. എല്ലാവർക്കും വേണമെന്ന്. അത് ഇവരും നിറയെ വാങ്ങിച്ചോണ്ട് വരും. എല്ലാരും വാങ്ങിച്ചിട്ട് വരും. ഡെയിലി ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ കിച്ചുവിന് വാങ്ങിച്ചു വരും. വെണ്ണ, പാല്, അത് ഇത് സ്വീറ്റ്സ് അങ്ങനെ. എന്നിട്ട് ഫുൾ ആന്റിക്ക് ഇருக்கு ഫുൾ എല്ലാവരും ഷെയർ ചെയ്യും കിച്ചുവിന്റെ പ്രസാദം. ഇങ്ങനെ എന്താണെങ്കിലും നമ്മൾക്ക് എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ പാടില്ല. ഭഗവാന്റെ പ്രസാദം അതെല്ലാവരും കഴിക്കണം. അങ്ങനെയാണ്. അത് ഒരു പിടി തൈരും ചോറും അച്ചാറും വെച്ചിട്ടുണ്ടെങ്കിലും അതും ഷെയർ ചെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കിച്ചുവിന്റെ പ്രസാദത്തിനുള്ള ഒരു വെയിറ്റിംഗ് അങ്ങനെയാണ്. എനിവേ അതൊക്കെ പോട്ടെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ദക്ഷൻ എന്താ പറയാ, മകള് നല്ല ഒരു വിവാഹം കഴിക്കുമെന്നാണ് ആര് ചിന്തിക്കുന്നത്? ദക്ഷ പ്രജാപതി ചിന്തിക്കുന്നത്. പക്ഷേ ഈ ദക്ഷ പ്രജാപതി സർവ്വലോകങ്ങൾക്കും ഈശ്വരനായിരിക്കുന്ന മഹാദേവനാണെന്നുള്ള തത്വത്തെ ചിന്തിക്കാൻ പോലും അദ്ദേഹം തയ്യാറാവുന്നില്ല. അതായത് മോഹത്തിന് വിധേയപ്പെട്ടു പോയി, ആഗ്രഹങ്ങൾക്ക് വിധേയപ്പെട്ടു പോയി. അതുകൊണ്ട് എന്താണ്, അദ്ദേഹം ധർമ്മത്തെയും ഈശ്വരനെയും എല്ലാം നിന്ദിച്ചു കളഞ്ഞു. മാത്രമല്ല ഈ ജനന മരണത്തിൽ നിന്ന് മുക്തി നൽകുന്ന മഹാദേവൻ തന്റെ പുത്രിയെ പരിണയിക്കുകയാണെങ്കിൽ സൃഷ്ടി വർദ്ധിച്ചു വരികയില്ല എന്ന് ദക്ഷൻ ചിന്തിച്ചു. എന്താ പറയുന്നത്? ജനന മരണത്തിന് ജനിമൃത ചക്രം എന്നാ പറയുന്നത്. ജനനത്തിനും മരണത്തിൽ നിന്നും മുക്തി നൽകുന്ന മഹാദേവൻ എന്താണ്? ശിവൻ. അദ്ദേഹം തന്റെ പുത്രിയെ കല്യാണം കഴിച്ചാൽ സൃഷ്ടി വർദ്ധിച്ചു വരില്ല എന്നാണ് ദക്ഷൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ദക്ഷൻ എന്താ ചെയ്യുന്നത്? ശിവൻ ഒഴിച്ചുള്ള സർവ്വ ആളുകളെയും കല്യാണത്തിന് വിളിച്ചു. മഹാദേവനെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും വിവാഹത്തിന് വിളിച്ചു. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ്. എന്താ സംഭവിച്ചത്? സതീദേവി സ്വയംവര വേദിയിൽ വെച്ച് മഹാദേവനെ ധ്യാനിച്ചുകൊണ്ട് വരണമാല്യം അണിയിച്ചു. മനസ്സിലായി? സതീദേവി എന്താ ചെയ്തത്? മഹാദേവനെ മനസ്സിലങ്ങ് ധ്യാനിച്ചു. എന്നിട്ട് ആ വരണമാല്യം അങ്ങ് അണിയിച്ചു. പെട്ടെന്ന് തന്നെ അവിടെ മഹാദേവൻ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. വരണമാല്യത്തെ കൈക്കൊണ്ടു. എന്നിട്ടോ ഇത് കണ്ട് ദക്ഷനോ ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെട്ടു. പക്ഷെ ബ്രഹ്മാവ് അങ്ങനെയുള്ള കുറെ ആൾക്കാർ അവരുടെ ഉപദേശപ്രകാരം അദ്ദേഹം എന്താ ചെയ്തത്? ദക്ഷൻ സ്വന്തം മകളെ ദക്ഷൻ അങ്ങ് വിവാഹം ചെയ്തു, മഹാദേവൻ അങ്ങ് വിവാഹം ചെയ്തു കൊടുത്തു. അല്ലാണ്ട് വേറെ നിവർത്തിയില്ല. ബ്രഹ്മദേവൻ മുതൽ എല്ലാവരും വന്നിട്ട് ദക്ഷനോട് പറഞ്ഞു അതെന്തായാലും അങ്ങനെ സംഭവിച്ചു, ഇനി പ്രശ്നമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞൊന്ന് സമാധാനിപ്പിച്ചപ്പോ ദക്ഷ പ്രജാപതി എന്ത് ചെയ്തു? നേരെ എന്ത് ചെയ്തു? കല്യാണം കഴിച്ചു കൊടുത്തു. ദക്ഷ പ്രജാപതി മകളെ വിവാഹം ചെയ്തു കൊടുത്തു മഹാദേവന്. വിവാഹത്തിന് ശേഷവും ദക്ഷൻ മഹാദേവനെ വല്ലാണ്ട് അങ്ങ് നിന്ദിച്ചു, അവോയ്ഡ് ചെയ്തു. മഹാദേവനെ അപമാനിക്കാൻ വേണ്ടി ദക്ഷൻ ഒരു വലിയ യാഗം നടത്തി. ആ യാഗത്തിലേക്ക് മഹാദേവൻ ഒഴികെ എല്ലാവരെയും ദക്ഷ പ്രജാപതി ക്ഷണിച്ചു. മനസ്സിലായില്ലേ? എന്താ ഈ പറയണേ? ആ യാഗത്തിലേക്ക് മഹാദേവനെ ഒഴികെ ബാക്കി എല്ലാവരെയും ക്ഷണിച്ചു. ദദീജി തുടങ്ങിയ മുനിമാർ മഹാദേവനെ ആദരിക്കണം എന്ന് ഉപദേശിച്ചതൊന്നും ദക്ഷ പ്രജാപതി കേട്ടില്ല. മഹാദേവനെ ആദരിക്കൂ, ബഹുമാനിക്കൂ എന്നൊരുപാട് പറഞ്ഞു. കേൾക്കാൻ തയ്യാറല്ല ദക്ഷ പ്രജാപതി. യാഗത്തിലേക്ക് ക്ഷണിക്കാതെ വന്നെത്തിയ സതീദേവി
ആ സതീദേവിയെ ദക്ഷ പ്രജാപതി എന്ത് ചെയ്തു? നന്നായിട്ട് വഴക്ക് പറഞ്ഞു. ഇതിൽ മനംനൊന്ത വേദനിച്ച സതീദേവി യാഗാഗ്നിയിൽ എന്ത് ചെയ്തു? ദേഹം വെടിഞ്ഞു. ഈ വാർത്ത അറിഞ്ഞിട്ട് ദേഷ്യം വന്ന മഹാദേവൻ എന്താ ചെയ്യുന്നത്? വീരഭദ്രനെയും ഭദ്രകാളിയെയും ജനിപ്പിച്ചുകൊണ്ട് ദക്ഷന്റെ യാഗത്തെ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. മഹാദേവൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് വീരഭദ്രസ്വാമിയെയും ഭദ്രകാളിയെയും ജനിപ്പിച്ചിട്ട് ദക്ഷ പ്രജാപതിയുടെ യാഗം അങ്ങ് മഹാദേവൻ നശിപ്പിച്ചു കളഞ്ഞു. വീരഭദ്രൻ ദക്ഷന്റെ ശിരസ് അങ്ങട് അറുത്തിട്ട് ഹോമാഗ്നിയിൽ കൊണ്ടുപോയിട്ടു. ഇതിനുശേഷം ബ്രഹ്മദേവൻ, വിഷ്ണു എല്ലാവരും വന്നിട്ട് മഹാദേവനെ ഒന്ന് സമാധാനിപ്പിച്ചു. പോട്ടെ, ക്ഷമിക്കുക, അങ്ങനെയല്ല ഇങ്ങനെയല്ല അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെല്ലെ 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 സമാധാനിപ്പിച്ചു. ശിരസ് നഷ്ടപ്പെട്ട ദക്ഷന്റെ ശരീരത്തിൽ ബ്രഹ്മാവ് എന്തു ചെയ്തു? ഒരു ആടിന്റെ തലയെ ചേർത്ത് വെച്ചിട്ട് ദക്ഷ പ്രജാപതിയെ പുനർജനിപ്പിച്ചു. അങ്ങനെ ബോധം തിരിച്ചു കിട്ടി. ആർക്ക്? ദക്ഷ പ്രജാപതിക്ക്. ചെയ്ത അപരാധങ്ങളെല്ലാം, തെറ്റുകളെല്ലാം പൊറുക്കണേന്ന് മഹാദേവനോട് ദക്ഷ പ്രജാപതി അപേക്ഷിച്ചു. അങ്ങനെ സന്തുഷ്ടനായ നമ്മുടെ മഹാദേവൻ എന്ത് ചെയ്തു? യാഗം പൂർത്തിയാക്കാൻ വേണ്ടി ദക്ഷനെ അനുവദിച്ചു. ആ മാപ്പൊക്കെ ചോദിച്ച് ക്ഷമയൊക്കെ കൊടുത്ത് യാഗം പൂർത്തിയാക്കാൻ വേണ്ടി അനുവദിച്ചു. ശിവനിന്ദകന്മാരെല്ലാം മുട്ടനാടിന്റെ സ്വഭാവത്തോട് കൂടിയവരാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടി കൂടി ആയിരിക്കും ബ്രഹ്മദേവൻ ദക്ഷനെ അച്ചമുഖനാക്കി ജനിപ്പിച്ചത്. മുട്ടനാടിന്റെ സ്വഭാവം എന്താ? ആ ദേഷ്യം വന്നു കഴിഞ്ഞ ഒരു രക്ഷയില്ല, വലയിട്ട് കൂട്ടി ഓടിച്ച് എപ്പോഴും ഒരു രൗദ്രഭാവമുള്ള, അല്ലെ, നമുക്കൊരു കുട്ടിത്തം ഫീൽ ചെയ്യില്ല. നേരെ വാ നേരെ പോ, അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് മുട്ടനാടിന്, അല്ലെ. എപ്പോഴും അധികം ചിരിയൊന്നും ഇല്ലാതെ ഒരു വല്ലാത്തൊരു ഭാവമാണ്. മഹാദേവന്റെ ആ സങ്കല്പത്തിലേക്ക്, ആ ഒരു കാറ്റഗറി ഉപാസനയുള്ളവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലായില്ലേ? അപ്പോ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മുട്ടനാടിന്റെ സ്വഭാവമാണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി കൂടിയായിരിക്കാം ബ്രഹ്മദേവൻ എന്ത് ചെയ്തത്? ദക്ഷ പ്രജാപതിയെ അജമുഖനാക്കി പുനർജനിപ്പിച്ചത് എന്നാ പറയുന്നത്. അങ്ങനെ സതീദേവി പിന്നീട് ഹിമവാന്റെ പുത്രിയായ പാർവതീദേവിയായി ജനിച്ച് ശിവപത്നിയായി ഭവിച്ചു. മനസ്സിലായില്ലേ? ആ സതീദേവി തന്നെയാണ് പിന്നെ പാർവതീദേവിയുടെ പുനർജന്മം എടുത്തത്. പാർവതീദേവിയായിട്ട്, ഹിമവാന്റെ മകളായ പാർവതീദേവിയായിട്ട് എന്താ ചെയ്തത്? പുനർജനിച്ചുകൊണ്ട് വീണ്ടും മഹാദേവന്റെ ഭാര്യയായിട്ട് മാറിയത്. ഓക്കെ. മോഹത്തിൽ നിന്നാണ് ഈശ്വര നിന്ദയും ധർമ്മവിരോധവും ഉണ്ടാകുന്നത്. മോഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മുടെ ഉള്ളിലുള്ള അനാവശ്യ ആഗ്രഹങ്ങൾ, അതിൽ നിന്നാണ് ഈശ്വര നിന്ദ ഉണ്ടാവുന്നത്. ഈശ്വരനെ വലിയ മൈൻഡൊന്നും ആക്കാതെ ഞാനെന്ന ഭാവത്തിൽ മോഹം അധികമുള്ള ആളുകൾ അങ്ങനെയാ ജീവിക്കുക. എന്ത് ഈശ്വരൻ, എന്ത് മറ്റേ അച്ഛനും അമ്മയും, അങ്ങനെയുള്ള ഭാവത്തിൽ അഹങ്കാരം തലക്കി പിടിച്ചവർ ജീവിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ ദക്ഷൻ പ്രജാപതിയാണ്, അല്ലെ. സന്തതികളെ വർദ്ധിപ്പിക്കണമെന്ന ആഗ്രഹം മാത്രമേ ഈ ദക്ഷനുള്ളൂ. ഈ ആഗ്രഹം തന്നെയാണ് ദക്ഷനെ ശിവദ്വേഷിയാക്കുന്നത്, മഹാദേവനിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നത്. ദക്ഷനാണ് മൈഥുന്യത്തിലൂടെ സന്തതികളെ സൃഷ്ടിക്കാൻ ആരംഭിച്ചതെന്നും നമ്മുടെ പുരാണങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അതിനു മുമ്പ് മനസ്സുകൊണ്ട് സങ്കല്പിച്ചിട്ടാണ് സൃഷ്ടി നടന്നിരുന്നത്. മനസ്സിലായില്ലേ? അതിനു മുമ്പ് മനസ്സുകൊണ്ട് സങ്കല്പം ചെയ്താണ് സൃഷ്ടി നടന്നത്. പക്ഷെ ദക്ഷനാണ് മൈഥുന്യത്തിലൂടെ സൃഷ്ടി നടത്താൻ തുടങ്ങിയത് എന്നാണ് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത്. ദക്ഷൻ അമിതമായിരിക്കുന്ന കാമത്തോട് കൂടിയവനായതുകൊണ്ടാണ്, ഭയങ്കര കാമമാണ് ദക്ഷൻ, അതുകൊണ്ടാണ് സതീശിവന്മാരെ, സതീദേവിയെയും മഹാദേവനെയും ദ്വേഷിക്കുന്നവനായി ഭവിച്ചതെന്ന്. എന്തത് TV ആണോ? ഓഫ് ചെയ്തിട്ടുണ്ടോ? അപ്പോ സതീ ശിവന്മാരെ ദ്വേഷിക്കുന്നവനായി ഭവിച്ചതെന്ന് ദേവീ ഭാഗവതത്തിൽ 7-ാം സ്കന്ധത്തില് 30-ാം അധ്യായത്തിൽ പറഞ്ഞു കാണുന്നുണ്ട്. എന്ത്? ദക്ഷൻ അതിയായ കാമത്തോട് ഉള്ളവനാണെന്നും അതുകൊണ്ടാണ് സതീദേവിയെയും മഹാദേവനെയും നിന്ദിച്ചതെന്നും ഒക്കെ നമ്മള് ദേവീ ഭാഗവതത്തിലെ 7-ാം സ്കന്ധത്തില് 30-ാം അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഈ കാമമാണ് ദക്ഷനെ മോഹത്തിനും പിന്നെ മതമാത്സര്യ ക്രോധ
ലോഭങ്ങൾക്കും വിധേയനാക്കുന്നത്. മനസ്സിലായില്ലേ? ഈ ദക്ഷന്റെ ഒരു ചിന്ത തന്നെയാണ് ഇത്രയും ക്രോധവും ദേഷ്യവും വാശിയും മത്സര്യവും ലോഭവും അങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ ദക്ഷന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നത്. കാമത്തിൽ നിന്ന് ഏത് രീതിയിലാണ് മോഹം ഉണ്ടാകുന്നത് എന്ന് ഭഗവത്ഗീതയില് കൃത്യമായി പറയുന്നുണ്ട്. നമ്മൾ ഭഗവത്ഗീത ക്ലാസ് രാവിലെ കേൾക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് കാമത്തിൽ നിന്ന് എങ്ങനെയാണ് മോഹം ഉണ്ടാവുന്നത്, മോഹത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു മനുഷ്യൻ നശിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ധ്യായതോ വിഷയാൻ പുസഹ സംഗസ്തേഷുപജായതേ സംഗാത് സംചായതേ കാമഃ കാമക്രോധ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതി വിഭ്രവ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യാതി. കൃത്യമായിട്ട് ഗീതയിൽ അതേക്കുറിച്ച് പറയുന്നുണ്ട്. കാമത്തിൽ നിന്ന് മോഹം, മോഹത്തിൽ നിന്ന് ലോഭം, ലോഭത്തിൽ നിന്ന് ദുഃഖം, ദുഃഖത്തിൽ നിന്ന് വിനാശം. ഇത് സംഭവിക്കും എന്നുള്ളത് ഗീതയിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. വിഷയങ്ങളെ ധ്യാനിക്കുന്നവന് അവയിൽ ആസക്തി ഉണ്ടാവും. ഇപ്പൊ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം നടപ്പിലാക്കാൻ നമ്മൾ ഏതു വഴിയും സ്വീകരിക്കും, ഇല്ലേ? അങ്ങനെ സ്വീകരിച്ച് എന്താ ഉണ്ടാവുന്നത്? ആസക്തി ഉണ്ടാവും. ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിനോട് നമുക്ക് അമിതമായ ആസക്തി സംഭവിക്കും. ഈ ആസക്തിയാണ് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, മാതാജി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് അപ്പൊ ആഗ്രഹങ്ങളൊന്നും വേണ്ടേന്ന്? വേണം, അത് ആവശ്യങ്ങളായിരിക്കണം, അത്യാവശ്യങ്ങളും ആവാം, പക്ഷെ അനാവശ്യങ്ങളാവാൻ പാടില്ല. മനസ്സിലായില്ലേ? നമുക്ക് അനാവശ്യമായിരിക്കുന്ന ആഗ്രഹങ്ങൾ വേണ്ട, ആവശ്യത്തിനുള്ള അത്യാവശ്യത്തിനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിക്കോളൂ. കാരണം നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും സാധാ മനുഷ്യരാണ്, അല്ലെ? നമുക്ക് കുറച്ച് കുഞ്ഞു ഇഷ്ടങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം വളരെ ചെറുതായാൽ മതി. എല്ലാവർക്കും കൊട്ടാരം പണിയണം, എല്ലാവർക്കും വലിയ കാറ് വേണം, എല്ലാവർക്കും വലിയ പൊസിഷനിൽ ജീവിക്കണം നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾക്ക് എന്തുണ്ട് അത് പരിമിതമായ ആ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകും. ഇപ്പോ എനിക്ക് കൈലാസം കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോ നമ്മൾ ഒരു എന്താ പറയാ ടൂർസ് ആൻഡ് ട്രാവൽസിനോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു 5 ലക്ഷം രൂപ വേണം. നമുക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല, അല്ലെ? ഭഗവാൻ എന്തെങ്കിലും വിളിച്ചാൽ നമുക്കതിന് സാധിച്ചാൽ പോകാം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് ഇപ്പൊ നമുക്ക് അതിന്റെ പിന്നിൽ ഇപ്പൊ നമുക്ക് ഓടാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ എന്താ പറയാ, ചിലപ്പോ പലർക്കും പലതും ലഭിക്കുമായിരിക്കും. അതൊക്കെ എനിക്ക് കിട്ടണമെന്ന് വെച്ചാൽ നടക്കുമോ? ഇല്ല. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നമ്മളുടെ അവസ്ഥയും കൂടെ നമ്മൾ കണക്ട് ചെയ്യണം. മനസ്സിലാവുന്നില്ലേ? ഒരുപാട് ഫ്രണ്ട്സിന്റെ ഹൗസ് ഫോമിങ്ങിന് ഞാൻ പോകാറുണ്ട്. കൂട്ടുകാർ അവര് വിളിക്കുമ്പോൾ, അവര് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവര് സ്വന്തം വീടുണ്ടാക്കി ഗൃഹപ്രവേശത്തിന് വിളിക്കുമ്പോൾ സാധിച്ചാൽ ഞാൻ പോകാറുണ്ട്. നല്ല ഭംഗിയുള്ള വീട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്കും അങ്ങനെ വേണം എന്നൊരു ആഗ്രഹം നമ്മൾക്ക് ഉണ്ടാവാം. പക്ഷെ അതിനു വേണ്ടി നമ്മൾ ചത്തു കിടക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾക്ക് ഭഗവാൻ എപ്പോ തരുന്നോ അപ്പോ, അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും പറ്റില്ല. അപ്പോ സൂപ്പർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈശ്വരൻ എന്ത് തരുന്നോ അത് മതി. അത് ബന്ധങ്ങളായാലും ശരി, വസ്തുക്കളായാലും ശരി, എന്തായാലും ശരി. അതിന്റെ അപ്പുറത്തേക്ക് നമ്മളൊരു വലിയ സംഭവമായിട്ട് നമ്മൾ അതിന്റെ പിന്നിൽ തന്നെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ അത് കിട്ടാതെ വരുമ്പോൾ നമുക്കൊരു നിരാശ വരും. ആ നിരാശ നമ്മളെ ഒരു ഏകാന്തമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. നടക്കുന്ന കാര്യങ്ങൾ നടക്കട്ടെ. മനസ്സിലായില്ലേ? എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടണം, എല്ലാ ആഗ്രഹങ്ങളും ശരിയാവണമെന്ന് വെച്ചാൽ നടക്കും. അപ്പോ നമ്മൾക്ക് ഭഗവാൻ എന്ത് തരുന്നോ അത് മതി. മനസ്സിലായില്ലേ? കാമത്തിൽ നിന്ന് സമ്മോഹം ഉണ്ടാവുന്നു, അതായത് തെറ്റിദ്ധാരണ. വിഷയങ്ങളെ ധ്യാനിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത്? ആസക്തി ഉണ്ടാവും. അതിൽ നിന്ന് കാമം ഉണ്ടാവും. അത് അനുഭവിക്കണം എന്നൊരാഗ്രഹം, ലഭിക്കണം എന്നൊരാഗ്രഹം. കാമത്തിൽ നിന്ന് സമ്മോഹം ഉണ്ടാവും, തെറ്റിദ്ധാരണ ഉണ്ടാവും. ഇത് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യുന്ന കിച്ചണ്. സമൂഹത്തിൽ നിന്ന് സ്മൃതി വിഭ്രവം ഉണ്ടാവും, അതായത് ഓർമ്മക്കുറവുണ്ടാവും. നമ്മള് ചില സമയത്ത് നമുക്ക് അയ്യോ ഞാനത് മറന്നുപോയി. കാരണം ചില കാര്യങ്ങളിൽ നമ്മളെ മൈൻഡ് അങ്ങോട്ടേക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് നമ്മള് എന്താ പറയാ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ പലതും നമ്മൾ മറന്നു പോവാണ്. പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകും. അപ്പൊ ഇപ്പൊ ജീവിതത്തിൽ ഒരു ദുഃഖം വന്നു, നമ്മളെന്താ പറയാ, പല ടെൻഷനാണ് എനിക്ക് ഭയങ്കര ടെൻഷൻ, എല്ലാം മറന്നു പോണു. എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്, എല്ലാവരുടെ ലൈഫിലും പ്രശ്നങ്ങളുണ്ട്. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് ഒന്നും ഇല്ല എന്നൊരു തോന്നലുണ്ടാവും. നമ്മളെ കാണുന്ന ഒരു ജീവാത്മാക്കൾക്കും ഒരു കുറവും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവർക്കും കുറവുകളുണ്ട്. ആരും പൂർണ്ണരായിട്ട് ഈ ഭൂമിയിൽ ജനിക്കുന്നില്ല.
ഓരോരുത്തർക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട് ജീവിതത്തിൽ. ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനാണ് ഈ ജീവാത്മാക്കള് ഭൂമിയിൽ വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആരും കഴിവില്ലാത്തവരല്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റീസ് ഉണ്ട്, നന്മയുണ്ട്. ഒരു ഡെഡായിട്ടൊരു മനുഷ്യനും ഇവിടെ ഇല്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ, കയ്യും കാലും ഇല്ലാത്ത വ്യക്തികൾ വരയ്ക്കുന്നുണ്ട് അല്ലെ? സംസാരിക്കാൻ കഴിവില്ലാത്ത വ്യക്തികൾ നല്ല നിരൂപകരായിരിക്കും. നല്ല എന്താ പറയാ, അവർക്കുമുണ്ട് എന്തെങ്കിലുമൊക്കെ കഴിവ്, വരയ്ക്കാനും എഴുതാനും എന്താ പറയാ, ചിന്തിക്കാനും പറയാനും. വീൽ ചെയറിലിരിക്കുന്ന എത്രയോ പ്രശസ്തരായിരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ കോഴിക്കോട് ഒരു ഹോട്ടലുണ്ട്, സാഗർ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഓണർ വീൽ ചെയറിലാണ്. ആലോചിച്ച് നോക്കൂ. സാഗർ ഹോട്ടൽ ദുബായിൽ വരെയുണ്ട്. നമ്മളെന്താ പറയാ, കൈയും കാലും ഉള്ളവന് മാത്രമാണ് ബിസിനസ് ചെയ്യാൻ പറ്റുക? അല്ല. അപ്പൊ നോക്കുമ്പോ ഓരോ ജീവാത്മാവിനും ക്വാളിറ്റീസ് ഉണ്ട്. ആരും ഒട്ടും കഴിവില്ലാത്തവരോ കൊള്ളൂല്ലാത്തവരോ അല്ല. എല്ലാവരും എന്തെങ്കിലുമൊക്കെ അനുഗ്രഹീതരായ ആളുകളാണ്. അപ്പൊ നമ്മൾ ആരെയും നിന്ദിക്കരുത്, ആരെയും നിന്ദിക്കരുത്. നമ്മൾ അവരെ ബഹുമാനിച്ചില്ലെങ്കിലും നമ്മൾ നിന്ദിക്കരുത്. മനസ്സിലാവുന്നുണ്ട്? ഈ കുടിലിൽ കിടക്കുന്ന വ്യക്തിക്കുമുണ്ട് എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റി. നമ്മുടെ ബന്ധുക്കൾക്കാണ് നമ്മുടെ ക്വാളിറ്റി മനസ്സിലാവാത്തത്. നമ്മുടെ വളരെ അടുത്ത് നിൽക്കുന്നവർക്കാണ് നമ്മുടെ ക്വാളിറ്റി മനസ്സിലാവാത്തത്. നമ്മളിൽ നിന്ന് ദൂരെ നിൽക്കുന്നവർക്ക് എപ്പോഴും നമ്മുടെ ക്വാളിറ്റി മനസ്സിലാവും അല്ലെ? അതെന്തുകൊണ്ടാണെന്നറിയാമോ? ബന്ധുമിത്രാദികൾക്കുള്ളിലാണ് അസൂയ കൂടുതൽ. ഓ, ഇവരെന്നേക്കാൾ വലുതാവും, ഇവർക്ക് എന്നേക്കാൾ കഴിവുണ്ട്, എന്നേക്കാൾ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊരു തോന്നലുള്ളത്. അപ്പൊ ഈ ബന്ധുമിത്രാദികൾക്ക് നമ്മളെ വാല്യൂ ഇല്ല എന്ന് ഓർത്തിട്ട് നമ്മൾ ഒരിക്കലും കഴിവില്ലാത്തവരല്ല. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. എല്ലാവർക്കും കഴിവുണ്ട്. കുറെ വെളുത്ത് ഭയങ്കര സംഭവമായിരിക്കുന്ന സൗന്ദര്യം മാത്രമാണ് സൗന്ദര്യം എന്ന് ചിന്തിക്കരുത്. ഹൃദയത്തിന്റെ സൗന്ദര്യം നോക്കിക്കാണണം. ഓരോ ഹൃദയത്തിനും പ്രത്യേകമായ സൗന്ദര്യമുണ്ട്. ഓരോ വാക്കുകൾക്കും അതിൻ്റെതായ മാധുര്യമുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരാളെയും നിന്ദിച്ച് സംസാരിക്കരുത്. ഒരിക്കലും നമ്മൾ ഒരു കാര്യത്തെയും വില കുറച്ച് കാണരുത്. ബന്ധുക്കൾക്ക് നമ്മളെ വേണ്ടെങ്കിലും നിങ്ങളെ വേണ്ട വ്യക്തികൾ ഇവിടെ ഉണ്ട് അല്ലെ? എല്ലാ ബന്ധുക്കളും മിത്രങ്ങളും ഉപേക്ഷിച്ചവരാണെങ്കിലും നിങ്ങളെ ബന്ധുക്കൾക്ക് വേണ്ടെങ്കിലും നിങ്ങളെ വേണ്ട വ്യക്തികൾ ഇപ്പുറത്തുണ്ട്. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് എന്നെ ആർക്കും വേണ്ട, എന്നെ ആർക്കും ആവശ്യമില്ല, ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാണ് എന്ന് ചിന്തിക്കുമ്പോൾ ആലോചിക്കുക, അവരെക്കാളെല്ലാം ഉയർന്ന ഒരാൾ എന്നെ ചേർത്ത് പിടിക്കാനുണ്ട്. സാക്ഷാൽ ഗുരുവായൂരപ്പൻ എന്നെ വേണം. ആ ഗുരുവായൂരപ്പനിലൂടെ ആരെങ്കിലുമൊക്കെ എന്നെ പ്രിയമുള്ളതായി നോക്കാൻ ആരെങ്കിലും ഉണ്ടാവും. എന്നോട് നല്ല രണ്ട് വാക്ക് പറയാൻ ആരെങ്കിലും ഉണ്ടാവും. ഭഗവാൻ എനിക്ക് എവിടെങ്കിലുമൊക്കെ ഒരു സ്ഥലം തരും എന്ന് നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് ബന്ധുക്കൾക്ക് വേണ്ടെങ്കിലും മിത്രങ്ങൾക്ക് വേണ്ടെങ്കിലും ജന്മം നൽകിയ മക്കൾക്ക് നമ്മളെ വേണ്ടെങ്കിലും നിങ്ങളെ ആവശ്യമുള്ളവർ ആരെങ്കിലും ഒക്കെ ഈ ലോകത്തുണ്ട് എന്ന് മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരാൾക്കും നമ്മളെ വേണ്ടാന്ന് ഓർത്തിട്ട് നമ്മുടെ ജീവിതം തീർന്നു എന്ന് ചിന്തിക്കാൻ പാടില്ല അല്ലെ? ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. എന്തേ ബിന്ദുമ്മേ, ശരിയല്ലേ? എന്തേ? അത് കുഴപ്പമില്ല അല്ലെ? ചിന്തിക്കാൻ പാടില്ല അങ്ങനെ അല്ലെ? ആർക്ക് വേണ്ടെങ്കിലും ഈശ്വരന് നമ്മളെ വേണം അല്ലെ? ഈശ്വരന് പ്രിയപ്പെട്ട ആരെങ്കിലും ഒക്കെ നമുക്ക് ചുറ്റും ഉണ്ടാവും. ശരിയല്ലേ? ആണോ അല്ലേ? ആണോ? ഉറപ്പാണോ? എന്താ ഉറപ്പ്? ഉറപ്പ്. അപ്പോ എന്നെ ആർക്കും വേണ്ട എന്ന തോന്നല് നമുക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ശരിയല്ലേ? സംശയമുണ്ടോ? ഇല്ല. അപ്പൊ അത് ഓർത്തിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യാൻ പാടില്ല? ദുഃഖിക്കരുത്. സൗണ്ട് പറഞ്ഞ് കേൾക്കണില്ല. നമ്മൾ ദുഃഖിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. ആരുടെ പേരിൽ? ഭഗവാന്റെ കൂടെ, ഭഗവാന് വേണ്ടി അല്ലെ? അപ്പോ നമ്മള് അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ ഇവിടെ സ്മൃതി വിഭ്രവത്തിൽ നിന്ന് ബുദ്ധിനാശം സംഭവിക്കും. നമ്മൾ ഒരു കാര്യത്തിൽ തന്നെ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ, ബുദ്ധി നശിച്ചു പോകും. അയ്യോ, എന്നെ ആർക്കും വേണ്ട, എനിക്കൊന്നുമില്ല, എനിക്ക് ഏതുമില്ല, അങ്ങനെ ചിന്തിച്ച് 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 നമ്മളൊരു മെന്റലി അപ്സെറ്റായി നമ്മുടെ ബുദ്ധി നശിച്ചു പോകും. എന്നെ വേണ്ടാത്തവർ എന്റെ കൂടെ നിൽക്കാൻ യോഗ്യതയില്ലാത്തവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? എന്നെ വേണ്ടാത്തവർ
എൻ്റെ കൂടെ നിൽക്കാൻ യോഗ്യതയില്ലാത്തവരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകണം. ഓക്കെ, അതിനെയാണ്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് നമ്മളെ ഉയർച്ചയിലേക്കാണ് എത്തിക്കുന്നത്. ക്ലിയർ? ബുദ്ധിനാശം സംഭവിച്ചവൻ താനെ നശിച്ചു പോകും, ഒന്നുമില്ലാതായി തീരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും ബുദ്ധി നശിച്ചു പോകാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. മനസ്സിലായോ? എനിക്കൊന്നും ഇല്ല, എൻ്റെ എല്ലാം പോയി, എൻ്റെ എല്ലാം കഴിഞ്ഞു, എല്ലാം തീർന്നു എന്ന് ചിന്തിച്ചാൽ അത് ബുദ്ധിയെ ബാധിക്കും, ബുദ്ധി ആരോഗ്യത്തെ ബാധിക്കും. അതോടുകൂടി നമ്മൾ എന്ന വ്യക്തി അങ്ങ് നശിച്ചു തീരും. അതിനുള്ള ഒരു അവസരം നമ്മൾ എന്ത് ചെയ്യരുത്? ഉണ്ടാക്കാൻ പാടില്ല, അല്ലേ? ഉണ്ടാക്കരുത്. നമ്മളപ്പോ എന്തായിരിക്കണം? ഹാപ്പി ആയിരിക്കണം. ആണോ? അല്ലേ? ഹാപ്പി ആയിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിരിക്കുക. നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കർമ്മം ഈ ഭൂമിയിൽ ചെയ്യാനുണ്ടെന്നേ, ഏതോ സംതിങ് നമുക്കറിയാത്ത എന്തൊക്കെയോ കടമകൾ നിർവഹിക്കാനുണ്ട്. ആ കടമകൾ നമ്മൾ നിർവഹിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആർക്ക് വേണോ ആർക്ക് വേണ്ടേ ഇതൊക്കെ പിന്നത്തെ കാര്യം. വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണം. ആ മൈൻഡിൽ നമ്മൾ എന്ത് ചെയ്യുക? ജീവിച്ചു പോവുക. ഓക്കെ, ഇവിടെ ദക്ഷൻ കാമത്തിന് വിധേയപ്പെട്ടു പോയി, അല്ലേ? ദക്ഷൻ എന്താ ചെയ്തത്? കാമത്തിന് വിധേയപ്പെട്ടു പോയി. ഈശ്വര തത്വത്തെ എന്താ പറയുന്നത്? വിസ്മരിച്ചു. ഈശ്വരൻ എന്താണ് എന്ന തത്വം മറന്നുപോയി ദക്ഷൻ. മോഹത്തിന് അടിമപ്പെട്ടു ദക്ഷൻ. എന്നിട്ടോ അങ്ങനെ ദക്ഷൻ എന്താ ചെയ്യുന്നത്? അങ്ങനെ ദക്ഷൻ ശിവനെ കേവലം ഒരു എന്താ പറയുക, ഒരു ശ്മശാനവാസിയായിട്ടാണ് കാണുന്നത്. ശിവനൊന്നുമല്ല, ഒരു ശ്മശാനവാസി. അങ്ങനെ എല്ലാവരെയും ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ. ഇന്ന് വന്ന കോൾസ് കംപ്ലീറ്റ് ഞാൻ തിരിച്ചു വിളിക്കാം. ഇന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഫോൺ സൈലന്റിലിട്ട്. കാരണം എനിക്ക് ഒട്ടും എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൊക്കെ ആയിരുന്നു ഞാൻ. ഒന്നുമല്ല, ഈ തുടങ്ങുന്ന ഷൂട്ടിന്റെ കോസ്റ്റ്യൂം സെലക്ഷനും അതും ഇതും, സ്റ്റോറി കേൾക്കാൻ പോവലും, ഈ 15 ദിവസത്തെ ലീവിന്റെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരുന്നു. അതാണ് ഫോൺ സൈലന്റ്. അടിക്കടി കോൾസ് വരുമ്പോൾ നമുക്ക് എടുത്തെടുത്ത് ഇങ്ങനെ എക്സ്ക്യൂസ് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്കും കൂടി കുറച്ച് ബുദ്ധിമുട്ടാവുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഫോൺ സൈലന്റിലിട്ടത്. ആ എല്ലാ മിസ് കോൾസിലേക്കും ഞാൻ തിരിച്ചു വിളിച്ചോളാം. ഓക്കെ, അപ്പോൾ ശിവനെ കേവലം ഒരു ശ്മശാനവാസിയാക്കിയാണ് നമ്മുടെ ദക്ഷൻ ഇവിടെ കണ്ടത്, അല്ലേ? അങ്ങനെ ദക്ഷൻ ഇത്രയും താഴേക്കുള്ള ഒരു സ്ഥാനം മഹാദേവന് കൊടുക്കാൻ കാരണം ദക്ഷന്റെ ബുദ്ധിയില്ലായ്മയാണ്. ശിവൻ സതിയെ പരിണയിച്ചതോടുകൂടി, കല്യാണം കഴിച്ചതോടുകൂടി ആ മോഹം, ദക്ഷന്റെ ആ മോഹം എന്തായി? ക്രോധമായി മാറി. മനസ്സിലായില്ലേ? ദക്ഷന്റെ ആ മോഹം ക്രോധമായി മാറി. കുറച്ചുകൂടി വേണം, ദേഷ്യമായി. കണ്ടോ എന്താണ് ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെയൊക്കെ ആയത് എന്നുള്ള ആ ഒരു തോന്നലായി. അങ്ങനെ ഒരു ക്രോധമായി മാറുകയാണ് ദക്ഷൻ. താൻ ശ്രേഷ്ഠനാണ്. ആര്? ദക്ഷന്റെ വിചാരം ഞാൻ ഭയങ്കര ശ്രേഷ്ഠനാണ്. ശിവൻ അങ്ങനെയല്ല. മതവും ആ ഒരു ദേഷ്യവും വെറുപ്പും എല്ലാം ദക്ഷനുണ്ട്. ഞാൻ കുറച്ച് ശ്രേഷ്ഠനായ ദക്ഷ പ്രജാപതിയാണ്. ശിവൻ എന്ത്? രുദ്രാക്ഷവും ഭസ്മവും ഒക്കെ ഇട്ടുകൊണ്ട് ശ്മശാനത്തിൽ കഴിയുന്നവൻ, അവൻ എന്ത് വിലയുണ്ട് എന്ന ചിന്തയാണ് ദക്ഷൻ. അതുകൊണ്ടാണ് ദക്ഷന്റെ ആ ചിന്തയാണ് അവിടെ പ്രശ്നമായത്. ആ ഒരു മതം തന്നെയാണ് മാത്സര്യമായി തീർന്നത്. ദക്ഷ പ്രജാപതിക്ക് മത്സര ബുദ്ധി ഉണ്ടാക്കി കൊടുത്തത്. അതുകൊണ്ടാണ് ദക്ഷൻ മഹാദേവനെ അപമാനിക്കാൻ വേണ്ടി മാത്രം ഒരു യാഗം നടത്തിയത്. കാമക്രോധ ലോഭ മോഹാദികളെല്ലാം ചേർന്ന ദക്ഷന്റെ ആ യാഗം തന്നെ അദ്ദേഹത്തിന് എന്തായി? നാശത്തിന് കാരണമായി, ഇല്ലേ? കാമവും ക്രോധവും ലോഭവും മോഹവും എല്ലാം കൂടി കുത്തി പിണഞ്ഞു വന്ന ആ ഒരു യാഗം തന്നെ ദക്ഷന്റെ നാശത്തിന് കാരണമായി തീർന്നു. ദക്ഷന്റെ ഈ സ്വഭാവത്തിന് നേരെ വിപരീതമായിട്ടാണ് പാർവതീ ദേവിയുടെ പിതാവായ ഹിമവാനെ നമ്മൾ കാണുന്നത്. ദക്ഷന്റെ ഈ സ്വഭാവത്തിന് നേരെ വിപരീതമാണ് ആര്? പാർവതീ ദേവിയുടെ അച്ഛനായ ഹിമവാനെ നമ്മൾ ദക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നേരെ വിപരീതമാണ്. ദക്ഷന്റെ സ്വഭാവത്തിന്റെ നേരെ വിപരീതമാണ്. അദ്ദേഹം എന്താ ചെയ്യുന്നത്? കാമക്രോധാദികളെ എല്ലാം ജയിച്ചവനാണ് ആര്? ഹിമവാൻ എന്ന് പറയുന്നത്. ദക്ഷൻ ഇതൊന്നും ജയിച്ചിട്ടില്ല. ദക്ഷൻ ദദീജി എന്ന് പറയുന്ന കുറെ മുനിമാരൊക്കെ ഉണ്ടായിരുന്നു, പല പല ഉയർന്ന മുനിമാര്. അവരെ ഒന്നും മാനിക്കാൻ ദക്ഷൻ തയ്യാറായിട്ടില്ല. ഞാനെന്ന ഭാവമാണ് ദക്ഷൻ ഉണ്ടായിരുന്നത്. ഞാനാണ് ശരി,
ഞാനാണ് എപ്പോഴും ഉയർന്നു നിൽക്കുന്നത്. ഇതാണ് ദക്ഷന്റെ സ്വഭാവം. ഇതെല്ലാം കാമക്രോധം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഹിമവാനാണെങ്കിലോ എല്ലാ മുനിമാരെയും ബഹുമാനിക്കും. അദ്ദേഹം ഹിമവാനാണ്, എന്നിട്ടും അദ്ദേഹം എല്ലാ മുനിമാരെയും ബഹുമാനിക്കും. അവരെല്ലാം തന്നെ ഹിമവാന്റെ പാർശ്വഭാവങ്ങളില്, ആ ഹിമവാൻ എന്ന് പറയുമ്പോൾ അറിയാലോ, ഹിമവാന്റെ സൈഡുകളിൽ, പാർശ്വങ്ങളിലെല്ലാം വസിച്ചിങ്ങനെ തപസ് അനുഷ്ഠിക്കും. ഒരുപാട് മുനിമാര് ഹിമാലയത്തിലുണ്ടല്ലേ, എത്രയോ ഉയർന്ന സ്ഥാനത്താണ് ഹിമവാൻ. എങ്കിലും ഹിമവാൻ എല്ലാ മുനിമാരെയും ബഹുമാനിച്ച് ആദരിച്ച് എല്ലാവരോടും നല്ല ഒരു ഇതില് ഹിമവാൻ നിൽക്കും, സാത്വിക മനോഭാവത്തിൽ നിൽക്കും. ദക്ഷനാണെങ്കിലോ തന്റെ പുത്രിയെ മഹാദേവൻ സതിയെ കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ദക്ഷൻ ഇങ്ങനെ അടിമുടി ഇങ്ങനെ വിറച്ചു തുള്ളുകയാണ്. എന്നാൽ ഹിമവാനാണെങ്കിലോ എത്രയും സന്തോഷവും ഭക്തിയുമാണ് അദ്ദേഹത്തിന്. എന്റെ മകൾ പാർവതിയെ മഹാദേവൻ കല്യാണം കഴിക്കേ, അതിൽ പരം സൗഭാഗ്യം എന്താ വേണ്ടത് എന്നാണ് നമ്മുടെ ഹിമവാൻ ചിന്തിക്കുന്നത്. ദക്ഷനാണെങ്കിലോ ശ്മശാനവാസിയായി അവൻ എന്റെ മകളെ കല്യാണം കഴിക്കുന്നു, ഞാൻ ദക്ഷ പ്രജാപതി. ഇങ്ങനെ രണ്ട് സ്വഭാവമാണ് ഇവർ തമ്മിൽ. ശിവനിന്ദ കൊണ്ട് ഇവിടെ ദക്ഷൻ നശിച്ചുപോയി അല്ലെ, കംപ്ലീറ്റ് ആയിട്ടും നശിച്ചുപോയി. അതേസമയം ശിവഭക്തി കൊണ്ട് ഹിമവാൻ സർവരേക്കാളും ശ്രേഷ്ഠനായി നിൽക്കുകയാണ്. സന്തുഷ്ടനായിരിക്കുന്ന ശിവൻ ഹിമവാന്റെ ശിഖരങ്ങളിൽ ഒന്നായ കൈലാസത്തിൽ സ്ഥിരവാസം ചെയ്യാണ്. ആലോചിച്ചു, ശിവനോടുള്ള ആ ഭക്തിയില് ഹിമവാന്റെ ശിഖരങ്ങളിൽ ഒന്നായ കൈലാസത്തിൽ മഹാദേവൻ സ്ഥിരമായി വസിക്കുകയാണ്. മോഹത്തിന് വിധേയനായിക്കൊണ്ട് ഈശ്വരനെയും ധർമ്മത്തെയും നിന്ദിക്കുന്നവര് ഉറപ്പായും നശിച്ചു പോകും. നമ്മള് ആഗ്രഹങ്ങൾക്കും മോഹങ്ങൾക്കും പിന്നാലെ പോയി കഴിഞ്ഞാൽ, മോഹത്തിന് അടിമപ്പെട്ടാൽ, ഈശ്വര നിന്ദ സംഭവിച്ചാൽ, ധർമ്മത്തെ നമ്മൾ ഒഴിവാക്കിയാൽ നശിച്ചു പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. നശിച്ചു പോവും ചെയ്യും. കാമക്രോധാദികളെ, കാമത്തെയും ക്രോധത്തെയും ജയിച്ചു കഴിഞ്ഞാൽ എന്താണ്, ശ്രേഷ്ഠരായി ജീവിക്കാനും സാധിക്കും. അതിനും തർക്കമില്ല. ഈ തത്വമാണ് നമ്മൾ ഇതിലൂടെ പഠിക്കുന്നത്. ഹിമവാന്റെയും ദക്ഷ പ്രജാപതിയുടെയും ജീവിതത്തിലൂടെ, ചിന്തയിലൂടെ, പ്രവൃത്തിയിലൂടെ നമ്മൾ പഠിക്കുന്നത് കാമത്തിനും ക്രോധത്തിനും പിന്നാലെ പോയി കഴിഞ്ഞാൽ നാശം ഉറപ്പാണ്, ദക്ഷ പ്രജാപതിയെ പോലെ. എന്നാൽ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ ഈശ്വര ഭക്തിയിലൂടെ ജീവിച്ചാൽ വിജയം ഉറപ്പാണ്, ഹിമവാനെ പോലെ. അവിടെ ഭഗവാൻ സ്ഥിര താമസമായിട്ട് കൂടെ ഉണ്ടാവും എന്ന കാര്യത്തിലും ഒരു തർക്കവും. ക്ലിയർ? കാമം എന്നതിന് ലൈംഗിക വാസന എന്നായിരിക്കും നമ്മൾ അർത്ഥം കാണുന്നത്. എന്നാൽ അതിന് പുറമെ കാമത്തിന് ആഗ്രഹം എന്നൊരർത്ഥമുണ്ട്. മനസ്സിലായില്ലേ? അതിന് പുറമെ കാമത്തിന് ആഗ്രഹം എന്നൊരർത്ഥമുണ്ട്. നമ്മളെപ്പോഴും കാമം എന്ന് പറയുമ്പോൾ ലൈംഗിക വാസന മാത്രമാണ് ചിന്തിക്കുന്നത്. ലൈംഗിക വാസന മാത്രമല്ല, കാമത്തിന് ആഗ്രഹം എന്നൊരർത്ഥം ഉണ്ടെന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. സുഖപ്രാപ്തിക്കുള്ള ആഗ്രഹം, അതായത് സുഖം മാത്രം വേണം എന്നുള്ള ഒരു ആഗ്രഹമാണ് പൊതുവെ കാമത്തിന്റെ അർത്ഥം. ക്ലിയർ? നിയന്ത്രണമില്ലാത്ത മനസ്സ്, നമുക്ക് അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന നമ്മുടെ മനസ്സ് അത്യാസക്തിക്ക് വഴിയൊരുക്കുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളിലേക്കാണ് നമ്മുടെ മനസ്സ് കൊണ്ടുപോകുന്നത്. അത് കാരണം നമ്മുടെ ആഗ്രഹ സാഫല്യം, നമുക്ക് എന്തും നടക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിന്റെ ആ ഒരു എന്താ പറയാ, നമുക്ക് കിട്ടേണ്ടത് പോലും കിട്ടാതായി പോകുന്നുള്ളതാണ്. നമ്മുടെ അമിതമായ ആഗ്രഹം, ആസക്തി, ഇത് നമുക്ക് ഈശ്വരൻ എന്തെങ്കിലും തരാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. അപ്പൊ എന്ത് തന്നെ നമുക്ക് വേണമെങ്കിലും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. അതൊരു നല്ല ജീവിതമാണെങ്കിൽ പോലും, കൃഷ്ണ, ഗുരുവായൂരപ്പ, അവിടുന്ന് തരാൻ ആഗ്രഹിച്ചെങ്കിൽ തരും, അവിടുന്ന് തരാൻ ആഗ്രഹിക്കുന്നില്ലേ, വേണ്ട, അങ്ങയുടെ ഇച്ഛയ്ക്കൊത്ത് ഞാൻ ജീവിച്ചു പോക്കോളാം എന്ന് നമ്മൾ ചിന്തിച്ച. ഇന്നലെ ഒരു മാതാജി എന്നെ രാത്രി വിളിച്ചു. ഞാൻ ഓരോ മിസ് കോൾസിലേക്ക് തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മാതാജി ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുക, മകനെ ചൊല്ലി. ആരാണെന്നൊന്നും ഞാൻ ലൈവ് പറയില്ല. പക്ഷേ അവർ ആ പ്രശ്നത്തിലും ചിരിക്കുന്നത് എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി. ഞാൻ ചോദിച്ചു, എങ്ങനെയാ തരണം ചെയ്യുന്നത്? അമ്മു, ഞാനെല്ലാം ഭഗവാന് സമർപ്പിച്ചു, ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. അദ്ദേഹം എന്ത് തീരുമാനിക്കുന്നോ അത് നടക്കട്ടെ, അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഒരു തീരുമാനവും ഇല്ല.
അദ്ദേഹമാണ് അൾട്ടിമേറ്റ്. ഞാൻ മഞ്ജരീസിന്റെ ക്ലാസ് കണ്ടു തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടേ ഉള്ളൂ. പക്ഷെ ഞാൻ ഭഗവാന് തന്നെ സമർപ്പിച്ചു. അത് ശരിയാവുകയാണെങ്കിൽ ശരിയാവട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. ഇതായിരുന്നു ആ മാതാജിയുടെ വായിൽ നിന്നത്. ശരിക്കും പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തി. അതിലുപരി എനിക്കൊരു സന്തോഷവും തോന്നി. കാരണം ആ മനസ്സിന്റെ ആ ഒരു ഉറച്ച തീരുമാനം, ആ സ്റ്റെബിലിറ്റി, അതിനെ വേണം നമ്മൾ ഭക്തി എന്ന് വിളിക്കാൻ, അല്ലെ? ആ ഉറച്ച തീരുമാനത്തിൽ നിൽക്കുന്ന ആ മനോഭാവത്തെയാണ് നമ്മൾ യഥാർത്ഥ ഭക്തി എന്ന് വിളിക്കുന്നത്. എപ്പോഴാണോ നമ്മുടെ ദുഃഖങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സാക്ഷാൽ നാരായണന്റെ തൃപ്പാദത്തിൽ സംശയമില്ലാതെ, ആ വേർഡ് പ്രത്യേകം ശ്രദ്ധിക്കണം, സംശയമില്ലാതെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാൻ സാധിക്കുന്നു, അതാണ് അടിയുറച്ച ഭക്തി എന്ന് പറയുന്നത്. അതാണ് അടിയുറച്ച ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത്, അല്ലെ? ആവശ്യങ്ങൾ കുന്നുകൂടുമ്പം കണ്ണിൽ നിന്ന് ധാരധാരയായി ഒഴുകുന്നതിനെ ഭക്തി എന്ന് പറയില്ല. ആവശ്യം നടക്കാതെ വരുമ്പോഴുള്ള നിരാശ എന്ന് പറയും. ദുഃഖത്തിൽ പോലും ചഞ്ചലപ്പെടാത്തൊരു മനസ്സുണ്ടെങ്കിൽ ആ മനസ്സിലാണ്, ഹൃദയത്തിലാണ് ഈശ്വരനുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോ നമ്മൾ പതറിപ്പോവും, ഭഗവാനെ താങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്ന് കരുതി പതറിപ്പോവും. അത് വിഷയം വേറെ. പരാതികളുടെ കെട്ടഴിച്ചിട്ട് കരയുന്നതോ അത് ആവശ്യം നടക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. അതിനെ നമ്മൾ ഒരിക്കലും ഭക്തി എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ കൃഷ്ണ പ്രേമം കൊണ്ട് കണ്ണു നിറയുമ്പോഴോ, കണ്ണാ ഈ തിരുമുഖ ദർശനം, ഈ തൃപ്പാദ വന്ദനം, ആ തിരുപാദങ്ങളുടെ ദർശനം കിട്ടിയില്ലേ കണ്ണാ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണു നിറയുമ്പോഴോ, അത് ഭക്തിക്ക് മുകളിലാണ്, പ്രേമമാണ്, കൃഷ്ണ പ്രേമമാണ്. ആ പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ല. അങ്ങനെ പല 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 ഘട്ടങ്ങളുണ്ട് നമ്മുടെ ഈ ഒരു ലൈഫിൽ. ഞാൻ അന്നും ഇന്നും പറയുന്നു, ഭക്തി എന്ന് പറയുന്നത് ഒരു പ്രഹസനമല്ല. നമ്മൾ നമ്മളായി ജീവിക്കൂ, നമ്മൾ നമ്മളായി ജീവിക്കുക. ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തൊടില്ല ഇവിടെ തൊടില്ല, അത് ചെയ്യില്ല ഇത് ചെയ്യില്ല, അങ്ങനെ അത് ഭക്തിയല്ല. സർവം കൃഷ്ണാർപ്പണമസ്തു എന്നൊരു വാക്ക് പറഞ്ഞ് ചിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഭക്തിയാണ്. അചഞ്ചലമായ മനസ്സുണ്ടോ നമുക്ക്? എന്ത് പ്രശ്നം വന്നാലും, ആര് വിട്ടിട്ട് പോയാലും, ആരെന്ത് പറഞ്ഞാലും, കൃഷ്ണ എനിക്ക് പരാതികളില്ല ഭഗവാനെ, അങ്ങയുടെ നാമം ചൊല്ലാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ, ഞാൻ ഹാപ്പിയാണ് എന്ന് പറയാൻ നമുക്ക് സാധിച്ചാൽ അത് ഭക്തി. സംശയമില്ലാതെ നമുക്ക് പറയാം അത് ഭക്തി. അപ്പോ ആഗ്രഹ സാഫല്യത്തിന്, ഓരോ ആഗ്രഹങ്ങൾ നടക്കാനുള്ള ആ ഒരു ആഗ്രഹ സാഫല്യത്തിന് തടസ്സം വരുമ്പോ ധർമാധർമ്മങ്ങളെ അവഗണിക്കും. ഏത് വഴിക്കും നമ്മളൊരു കാര്യം നേടിയെടുക്കാൻ ശ്രമിക്കും. അതിനെന്തും ചെയ്യും. ആരെയും കുറ്റം പറയും, ആരെയും താഴ്ത്തിക്കെട്ടും, എവിടെയും അപമാനിക്കും. തിന്ന ചോറിന് നന്ദിയില്ലാത്ത സ്വഭാവം കാണിക്കും, ഇല്ലേ? നമ്മളൊരു കാര്യം വിചാരിച്ച് ആ കാര്യം നടന്നിട്ടില്ല എങ്കിൽ, സൂര്യമതജ്, നമ്മളൊരു കാര്യം വിചാരിച്ചിട്ട് ഇല്ല നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, തട്ടില്ല, നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, ഞാൻ നോക്കിയിരുന്നു, നമുക്ക് അങ്ങനെ കാണുന്നതാണ്, നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോ നമ്മളൊരു കാര്യം വിചാരിച്ചിട്ട് നടന്നില്ല എന്നാണെങ്കിൽ അത് നടത്തിയെടുക്കാൻ അഹോരാത്രം ശ്രമിക്കുന്ന വ്യക്തികളുണ്ട്, അത്രയും വ്യക്തികളുണ്ട്. മനസ്സിലായില്ലേ? അവരേത് വഴിയും സ്വീകരിക്കും. ഒരു ധർമ്മവും അവരെ മുമ്പിൽ വിഷയമല്ല. എനിക്കൊരു ഗ്ലാസ് വെള്ളം തന്നവരാണ്, അല്ലെങ്കിൽ എന്നെ അസുഖത്തിൽ നോക്കിയവരാണ്, എനിക്ക് താമസിക്കാൻ ഇടം തന്നവരാണ്, ഇല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തന്നവരാണ്, ഞാൻ തളർന്നു പോയപ്പം കൂടെ, അതൊന്നും നോക്കില്ല. ഏത് വഴിയും സ്വീകരിക്കും. ഇനി എത്രയോ ആളുകൾ സ്വന്തം അമ്മമാരെ കൊല്ലുന്നു, ഇല്ലേ? പണം കിട്ടാതെയായിട്ട് കഞ്ചാവിനും മയക്കുമരുന്നിനും വേണ്ടി കാശ് ചോദിച്ചിട്ട് കൊടുക്കാതെ ആയപ്പോൾ എന്നെ നൊന്ത് പ്രസവിച്ച് എൻ്റെ അമ്മയാണെന്ന് പോലും ചിന്തിക്കാതെ അവരെ വധിക്കുന്നു അച്ഛനമ്മമാർ. അങ്ങനെ ധർമ്മത്തെ പോലും അവഗണിച്ചുകൊണ്ട് ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി ചില അധർമ്മികൾ ഏത് വഴിയും സ്വീകരിക്കും, എന്തും ചെയ്യും. അവരുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ നമുക്കറിയാം അവരങ്ങനെ ആ വഴിക്കാണ് പോകുന്നത്, അവർ അധർമ്മികളാണ് എന്നുള്ളത്. അതായത് സ്മരണയില്ലാത്തവർ, നന്ദി എന്ന് പറയുന്ന വസ്തു ഇല്ലാത്ത വ്യക്തികൾ. അമ്മയാണ്, അവരെന്നെ ഇത്രയും കാലം ഗർഭപാത്രത്തിൽ ചുമന്നു, അവരെന്നെ പ്രസവിച്ചു,
അവരെന്നെ വളർത്തി എന്ന് പോലും ചിന്തിക്കാതെ നിഷ്കരണം വധിക്കുന്ന അധർമ്മികൾ ഈ ലോകത്ത് ഒരുപാടുണ്ട്. ആലോചിച്ചു. അപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം നടക്കാതെ വരുമ്പോൾ ചെയ്യുന്ന ദ്രോഹമാണ്. ചില മരുമക്കളുണ്ട്, ആദ്യകാലങ്ങളിൽ അമ്മായിയമ്മ വീട്ടിൽ വരുമ്പോൾ നല്ല വഴി കാണിച്ചു കൊടുക്കും, അത് കുറച്ച് ടഫായിരിക്കും. ഇരിക്കട്ടെ തള്ളയെ കാണിച്ചറാ, നിങ്ങൾക്കൊരു സമയം വരും എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വാർദ്ധക്യാവസ്ഥയിൽ അവരെ ഇട്ട് കഷ്ടപ്പെടുത്തി കളയും, പെടാപ്പാടുപെടുത്തും. അങ്ങനെയുള്ളവരുണ്ട്. അപ്പൊ ഈ അധർമ്മികളെ അവരുടെ ആഗ്രഹം നടക്കാതെ വരുമ്പോഴാണ് അവർ പല വഴികൾ സ്വീകരിക്കുന്നത്. അപ്പോ തനിക്ക് അവകാശപ്പെട്ടിട്ടില്ലാത്തത് കൂടി അനുഭവിക്കാൻ പ്രേരണ ലഭിക്കുകയും ക്രമേണ അത് അവന്റെ സ്വഭാവമായി തീരുകയും ചെയ്യും. അപ്പൊ നമ്മൾക്ക് അവകാശമില്ലാത്ത കാര്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല 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 അധർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകും. ആ അധർമാവസ്ഥയിൽ അതൊക്കെ നമ്മുടേതായി തീരണമെന്ന ആഗ്രഹത്തിൽ എന്തും ചെയ്യും, ഏതു വഴിയും സ്വീകരിക്കും. എങ്ങനെയും നമ്മൾ ചിന്തിക്കാത്ത വഴികൾ അവർ സ്വീകരിക്കും. ധർമാനുസൃതമായിരിക്കുന്ന സുഖപ്രാപ്തിക്ക് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എതിർപ്പ് പറയുന്നില്ല. ധർമാനുസൃതമായിരിക്കുന്ന സുഖപ്രാപ്തിക്ക്, അതായത് ധർമ്മമുണ്ട് ആ കാര്യത്തിലെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ധർമ്മമുണ്ട് എങ്കിൽ, പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഒരാൾ ചെയ്യുന്ന കാര്യം എനിക്ക് മേ ബി അധർമ്മമായിരിക്കാം, ഞാൻ കാണുമ്പോൾ എൻ്റെ കണ്ണിൽ കാണുമ്പോൾ അത് തെറ്റാണ്, ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അതിലൊരു ധർമ്മം ഉണ്ടാവും. ആ ധർമാനുസൃതമായിരിക്കുന്ന സുഖപ്രാപ്തിക്ക്, ആ ധർമ്മത്തിലൂടെ ലഭിക്കുന്ന സുഖം, ആ ഒരു അവസ്ഥയ്ക്ക് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊന്നും ഒരിക്കലും എതിർപ്പ് പറയുന്നില്ല. കാരണം ഭഗവത്ഗീതയിൽ തന്നെ ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാര്യങ്ങൾ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട്. ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത, എതിരല്ലാത്ത കാര്യങ്ങൾ, ജീവികളിലെ കാമം ഭഗവാൻ തന്നെയാണ്. അതായത് ഒരു ജീവാത്മാവ്, ആ ജീവാത്മാവിന്റെ ജീവിതത്തിൽ ഒരു കാര്യമുണ്ട്, ആ കാര്യം ധർമ്മമാണ്, ധർമ്മത്തിൽ നിന്ന് പുറത്തു പോണില്ല എങ്കിൽ ആ കാര്യം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. ആ കാമം, ആ ആഗ്രഹം, അത് ഭഗവാൻ തന്നെയാണ്, ഒരു സംശയവും. നമ്മുടെ കണ്ണിൽ അത് തെറ്റായിരിക്കാം, പക്ഷെ മറ്റുള്ളവരുടെ കണ്ണിൽ അത് ശരിയാണ്. അവരെ ഭഗവാൻ എങ്ങനെയും പ്രൊട്ടക്ട് ചെയ്യും, ഏത് രീതിയിലും പ്രൊട്ടക്ട് ചെയ്യും. മനസ്സിലാവുന്നു? ധർമാ വിരുദ്ധോ ഭൂതേഷു കാമോ സ്മരി ഭരതർഷഭ, ഗീതയിൽ പറയുന്നുണ്ട്. ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള കാമമാണ് മനുഷ്യനെ പരസ്ത്രീഗമനത്തിന് പ്രേരിപ്പിക്കുന്നത്. അധർമ്മത്തിലൂടെ പോകുമ്പോഴാണ് ഈ മോശം കാര്യങ്ങളിലേക്ക് ഒരു മനുഷ്യൻ പോകുന്നത്. പക്ഷെ നമ്മുടെ കണ്ണിൽ ചില കാര്യങ്ങൾ മോശമാണെങ്കിലും ചിലപ്പോൾ ആ കാര്യങ്ങളിൽ ഒരു ധർമ്മം ഉണ്ടെങ്കിൽ ആ ധർമ്മം ഈശ്വരനാണെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ആ ധർമ്മം ഈശ്വരനാണ്, അതും നമ്മൾ തിരിച്ചറിയണം. ലൗകിക സുഖങ്ങളിലുള്ള അമിതമായ ആസക്തി തന്നെയാണ് തനിക്ക് വിധിച്ചതില്ലാത്തത് അനുഭവിക്കാൻ പ്രേരണ നൽകുന്നത്. ഈ ലൗകികമായ ലോകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമ്മുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ ആസക്തിയോട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെന്ന് വീഴുന്നത് വലിയ കുഴിയിലാണ്. എത്ര വർഷങ്ങൾ നമ്മൾ ജീവിച്ചു വന്നു, നമ്മൾ എന്ത് നേടി? കഷ്ടപ്പെട്ട് പണിതുണ്ടാക്കിയ വീട്ടിൽ ഈ ലൈവിലുള്ള ഇത്ര പേരിൽ ഒരാളെങ്കിലും പറയോ ഞാൻ പൂർണ്ണ സംതൃപ്തയായിട്ടാണ് ജീവിക്കുന്നത്, എനിക്കൊരു പ്രയാസവും ഇല്ലാന്ന്? ഞാനടക്കം ഒരാളും പറയില്ല. കാരണം എന്താ? ഒന്ന് കഴിയുമ്പോ ഒന്ന് നമ്മളെ തേടി വന്നുകൊണ്ടേയിരിക്കുകയാണ്, ഇല്ലേ? നമ്മളെ തേടി വന്നുകൊണ്ടേയിരിക്കുകയാണ്, ഓരോന്നും നമ്മളെ തേടി വരികയാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. നമുക്ക് ഒരു കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരവസ്ഥ, കംപ്ലീറ്റ് സമാധാനം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നില്ല. കാരണം ആഗ്രഹമാണ്. ഇത് കഴിയുമ്പോൾ അടുത്ത ആഗ്രഹം, ഇത് കഴിയുമ്പോൾ ആവശ്യമായിരിക്കാം, അത് ആഗ്രഹത്തിലേക്ക് പിന്നീട് മാറുകയാണ്. ഒരു കുഞ്ഞുണ്ടാവണം എന്നുള്ളത് ആദ്യത്തെ ആഗ്രഹം, കുഞ്ഞുണ്ടായി. കുഞ്ഞ് സംസാരിച്ച് കാണണം, നടന്നു കാണണം എന്നുള്ള അടുത്ത ആഗ്രഹം, അത് ആവശ്യമാണ് എങ്കിലും അത് ആഗ്രഹമായി മാറും. അങ്ങനെ സംസാരിച്ചു വന്ന കുട്ടി ഒരു പാട്ട് പാടണം എന്നൊരാഗ്രഹം, പാട്ടുപാടിയ കുട്ടി വലിയ സിംഗർ ആവണം എന്നുള്ളത് അടുത്ത ആഗ്രഹം. പാട്ട് പഠിപ്പിച്ച് പല ചാനൽ ഫ്ലോറുകളിൽ കൊണ്ട് നിർത്തിയാൽ ഫസ്റ്റ് ആവണം എന്നുള്ളത് ആഗ്രഹം. അതിനേതു വഴിയും സ്വീകരിക്കും, എങ്ങനെയും സ്വീകരിക്കും.
ഇങ്ങനെ 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 ആഗ്രഹങ്ങളുടെ ഒരു നീണ്ട നിരയിലേക്കാണ് നമ്മുടെ ജീവിതം. എവിടെ നമ്മുടെ ലൈഫ് ഡൈവേർട്ട് ആവും നമുക്ക് പറയാൻ പറ്റുന്നില്ല, പറയാൻ കഴിയുന്നില്ല നമുക്ക്. അതെന്തുകൊണ്ടാണ്? അതാണ് നമ്മൾ ആരും പൂർണ്ണ സംതൃപ്തരല്ല. എന്നാൽ വീടും വാഹനവും ജോലിയും കുടുംബവും മിത്രങ്ങളും ഒന്നും ഇല്ലാതെ നാമജപം മാത്രമായിട്ട് കഴിയുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെ മുഖത്ത് പുഞ്ചിരിയുണ്ട്. ഇതെങ്ങനെ സാധിക്കുന്നു? നമ്മള് കണ്ണിന് ലെൻസ് വെക്കുന്നു, കൺമഷി ഇടുന്നു, ഐലൈനർ ഇടുന്നു, മസ്കാര ഇടുന്നു, ഐലാഷ് വെക്കുന്നു, കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നു, കണ്ണട വെക്കുന്നു, ഐ ടോൺ യൂസ് ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞ് കാഴ്ച മങ്ങിയാൽ നമ്മൾ ഐ സർജനെ കാണുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ നല്ല ജപിക്കുന്ന അവധൂതന്മാരായിരിക്കുന്ന ആളുകളിൽ അവരുടെ കണ്ണിനൊരു പ്രത്യേക തിളക്കമുണ്ട്. പോയിട്ട് വരും. ഈ തിളക്കം എന്താ നമ്മൾ ഇത്രയും ചെയ്യുന്നത് നമ്മുടെ കണ്ണിലില്ലാത്തത്? പക്ഷെ നമ്മളെക്കാൾ പ്രായം ഉണ്ടാവും അവർക്ക്, എന്നിട്ടും അവരുടെ കണ്ണുകൾ നന്നായി തിളങ്ങുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? എൻ്റെ കുറച്ച് ചിന്തകളാണ് കേട്ടോ. എന്തുകൊണ്ടായിരിക്കും അവരുടെ കണ്ണിന് ഇത്രയും ഭംഗി, നമ്മുടെ കണ്ണിന് എന്താ അത്ര ഭംഗിയില്ലാത്തത്? ചിന്തിക്കണം, ഒരുപാട് ചിന്തിക്കണം നമ്മൾ. ആ ഒരു ഭംഗി എന്ന് പറയണത് ഈശ്വരനുമായിട്ടുള്ള ഒരു അടുപ്പമാണ്. അവരെ ജപിച്ച ജപത്തിന്റെ ഫലമാണത്. അതിന്റെ റിഫ്ലക്ഷനാണ് ആ കണ്ണുകളിൽ തിളങ്ങുന്ന ഭംഗി. മനസ്സിലാവുന്നുണ്ട്? അപ്പോ അല്ലാത്തവരുടെ കണ്ണുകളിൽ നോക്കണ ഒരു നിരാശ കാണാം നമുക്ക്, അല്ലെ? ഒരു നിരാശയുണ്ട് പലരുടെയും കണ്ണില്. ആ നിരാശയാണ് അവരുടെ കണ്ണിന്റെ അഭംഗി. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പറയാറില്ല, മുഖം മനസ്സിന്റെ കണ്ണാടിന്ന്. മുഖത്ത് ഏറ്റവും റിഫ്ലക്ട് ചെയ്യുന്ന എന്താണ്? കണ്ണാണ്. അപ്പൊ ആ മനസ്സില് ഈശ്വരൻ ഉണ്ടെങ്കിൽ ആ കണ്ണിൽ അതിന്റെ റിഫ്ലക്ഷൻ കാണാൻ പറ്റും. അതാണ് ഐ ടു ഐ സംസാരിക്കണം എന്ന് പറയുന്നത്. കണ്ണിൽ നോക്കി സംസാരിക്കണം, കണ്ണിൽ നോക്കി ആ കാര്യങ്ങൾ അറിയാൻ പറ്റും, മുഖത്ത് നോക്കി സംസാരിക്കണം എന്ന് പറയുന്നു. മുഖത്ത് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് കണ്ണിനാണ്. ആ കണ്ണിൽ ഭക്തിയുടെ ശക്തി നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒരു നിരാശയുണ്ടാവും, എനിക്കൊന്നുമില്ല, എല്ലാം പോയി, ഞാൻ എന്ത്, അന്നൊരു തോന്നലുണ്ട്. ഈ ഉപാസകരുടെ കണ്ണ് നോക്കിയാൽ ഭയങ്കര തിളക്കമാണ്. എന്റെയൊക്കെ ഗുരുക്കന്മാരുടെ കണ്ണിലേക്ക് ഞാൻ നോക്കും, എന്തൊരു ഭംഗിയാണെന്നറിയാവോ? അതെ, നിരന്തരമായ പ്രാർത്ഥനയിലൂടെ നാമജപത്തിലൂടെ ഭഗവാൻ കൊടുത്തൊരു അനുഗ്രഹമാണ് ആ ഒരു ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സാണ് എല്ലാത്തിനും ആധാരമായിരിക്കുന്നത്, അടിസ്ഥാനമായിരിക്കുന്നത്. ആ മനസ്സ് നിരാശയിലേക്ക് പോയാൽ അത് അവരുടെ മുഖത്തറിയാൻ പറ്റും, അവരുടെ കണ്ണിൽ നോക്കിയാൽ അറിയാൻ പറ്റും. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ലൗകിക സുഖത്തിന്റെ പരമകാഷ്ഠയാണ് സ്ത്രീ സുഖം എന്ന് പറയുന്നത്. ലൗകിക സുഖത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ സ്ത്രീ സുഖത്തിലേക്കാണ് ജനങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. എന്തെല്ലാം നടക്കുന്നു! 7 വയസ്സും 70 വയസ്സും വ്യത്യാസമില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇന്ന് പോണത്, ഇല്ലേ? ഇനി അതും വിട്ട് മൃഗങ്ങളിലേക്കാണ് ഇന്ന് പോണത്. മൃഗങ്ങളെ പോലും വെറുതെ വിടാത്ത ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോണത്. ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ എത്ര മാത്രം ഈ കലിയുഗത്തില് മനുഷ്യൻ അധപ്പതിച്ചു, ചിന്തിച്ചു. എല്ലാ സുഖപ്രാപ്തിക്കുമുള്ള ആഗ്രഹങ്ങളെയും ഈ ഗണത്തിൽ തന്നെ നമുക്ക് പെടുത്താം. ഏത് സുഖത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിലും അത് ഈ കൂട്ടത്തിൽ നമുക്ക് പെടുത്താൻ സാധിക്കും. കലിയുടെ ആവാസ സ്ഥാനമായി പറഞ്ഞിരിക്കുന്നതെല്ലാം ഇത് തന്നെയാണ്. കലി എവിടെ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ സ്ഥലങ്ങളിലെല്ലാം കലി ജീവിക്കുന്നുണ്ട്. ഏറ്റവും ഫസ്റ്റ് ജീവിക്കുന്നത് ആഗ്രഹത്തിലാണ്, മോഹത്തിൽ. അതുണ്ടാവുന്നതാണെങ്കിലോ മനസ്സിൽ. അധാർമികമായിരിക്കുന്ന കാമം മനുഷ്യനെ വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ മറ്റെല്ലാ കാര്യങ്ങളിലേക്കും വിഷയസുഖങ്ങളിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ കൊണ്ടുചെല്ലുകയാണ്. നമ്മൾ എത്ര പുറമെ കളിച്ച് ചിരിച്ച് തമാശ പറഞ്ഞ് എങ്ങനെ എൻജോയ്മെന്റ് ആയിട്ട് നടന്നാലും നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിലായിരിക്കണം. നമുക്ക് നമ്മുടേതായ ഒരു 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 സ്ഥലമുണ്ട്, ഒരു രീതിയുണ്ട്, അല്ലെ? അവിടെ നമ്മൾ പക്കയായിരിക്കണം. ആ ഭക്തിയിൽ നമ്മൾ നിഷ്ഠയുള്ളവരായിരിക്കണം.
അത് 1 മണിക്കൂർ ഭക്തി നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും 1 സെക്കൻഡ് പ്രാക്ടീസ് ചെയ്താലും കംപ്ലീറ്റ് ഏകാഗ്രത നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. എങ്ങനെ കളിച്ച് ചിരിച്ച് ആടി തിമിർത്ത് ഫ്രണ്ട്സായിട്ട് പോയിട്ട് നല്ല തമാശയൊക്കെ പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞ് വന്നാലും ഭഗവാനുമായിട്ട് ഇരിക്കുന്ന ആ സമയം പക്കയായിരിക്കണം. അത് 1 സെക്കൻഡ് നേരമാണെങ്കിലും പക്കയായിരിക്കണം. അവിടെ മറ്റൊന്നിനും സ്ഥാനം കൊടുക്കരുത്. മനുഷ്യ മനസ്സിൽ എപ്പോഴാണോ അധാർമികമായിരിക്കുന്ന കാമം ജനിക്കുന്നത്, ധർമ്മത്തിന് വിരുദ്ധമായ കാമം മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴാണോ ജനിക്കുന്നത്, അപ്പോ തന്നെ അവൻ കലിയുടെ ആവാസസ്ഥാനമായ വ്യഭിചാരത്തിലേക്ക് മാറുന്നു. മനസ്സിൽ അധാർമികമായിരിക്കുന്ന ഒരു കാര്യം വന്നാൽ കലിയുടെ സ്ഥാനമായി അവന്റെ മനസ്സ് മാറുകയാണ്. മനസ്സിലായില്ലേ? ആദ്യത്തെ കാൽവെപ്പാണ് അവിടെ തുടങ്ങുന്നത്. പരസ്ത്രീയോടുള്ള കാമം, അന്യ സ്ത്രീയോടുള്ള കാമം, മനുഷ്യൻ സുഖവും സമാധാനവും ശാന്തിയും ഒക്കെ നശിച്ച് ഒന്നിനും കൊള്ളാത്തൊരു വ്യക്തിയായി മാറുക. ഒരു സ്ത്രീ വിട്ട് അടുത്ത സ്ത്രീ, അടുത്ത സ്ത്രീ വിട്ട് അടുത്ത സ്ത്രീ, അടുത്ത സ്ത്രീ വിട്ട് അടുത്ത സ്ത്രീ, ഇങ്ങനെ പോകും മനുഷ്യന്റെ വിഷയസുഖങ്ങൾ. അവസാനം അത് നശിച്ചു തീരും. സുഖത്തോടുള്ള അമിതമായ ആസക്തി, ഇത് കാമസുഖം മാത്രമല്ല, എല്ലാ സുഖത്തോടുമുള്ള വിഷയസുഖങ്ങളോടൊക്കെയുള്ള, ഒരു കാർ വാങ്ങി അടുത്ത കാർ വേണം, ഒരു വീട് വാങ്ങി അടുത്ത വീട് വേണം, ഇങ്ങനെ 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 നീണ്ട നിര ആവശ്യങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. ആവശ്യങ്ങൾ പോയി 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 എവിടെയോ നിൽക്കുകയാണ്. നമ്മുടെ സ്വപ്ന മാതാജി, നമ്മുടെ ഒരു എന്താ പറയാ, എല്ലാം വേറെ ലെവലിലേക്ക് പോവാണ് നമ്മുടെ മൈൻഡ്. അങ്ങനെ പോയി 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 അവസാനം എന്താ ഉണ്ടാവുന്നത്? നശിച്ചു തീരണം. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ആര്? രാവണൻ. രാവണനില്ലാത്ത സുഖമൊന്നും ലങ്കയിലില്ല. എന്നിട്ടും അതും താണ്ടി സീതാദേവിയെ പ്രാപിക്കാൻ പോയി. അവസാനം എന്ത് കിട്ടി രാവണൻ? രാവണൻ എന്ത് സംഭവിച്ചു? കംസൻ എന്ത് സംഭവിച്ചു? ഇതൊക്കെ അത്യാസക്തിയാണ്. ഇത് അമർദാൻഷാണ്. ഇതൊക്കെ എന്താണ്? അത്യാസക്തി മൂലം സംഭവിച്ച കാര്യങ്ങളാണ്. അതും നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യന്റെ ഹിംസാത്മകമായിരിക്കുന്ന ഒരു വാസനയാണ് ക്രോധം എന്ന് പറയുന്നത്, അല്ലെ? ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഹിംസയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എത്ര മണിക്കാണ് ക്ലാസ് തുടങ്ങിയത്? 8:15 പറയണേ. ഇനി മനുഷ്യന്റെ ഹിംസാത്മകം, ഒരു സംഭവത്തെ ഇല്ലാതാക്കണം എന്നുള്ള ആ ഒരു ഹിംസയുള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതിന് ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രോധമാണ്, ദേഷ്യം. ഇത് നമ്മൾ ഭഗവാന്റെ അടുത്ത് വെക്കാറ്. അവിടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു ബാലാജിയുടെ മുമ്പിൽ. അവിടെയാണോ ചായ കുടിച്ചിട്ട് കൂടെ കപ്പൊക്കെ കൊണ്ടിരുന്നത്? ഇന്ന് കുറേ ക്ലാസ് ഉണ്ടായിരുന്നു കുട്ടികൾക്കും എല്ലാവർക്കും. അതാണ് സംസാരിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഡബിങ്ങും രാവിലെ എല്ലാം കൂടിയപ്പോൾ നല്ല തലവേദന. വീട്ടിലുണ്ടാകുമ്പോഴല്ലേ ക്ലാസ് എടുക്കാൻ പറ്റൂ. ഷൂട്ട് തുടങ്ങിയാൽ പിന്നെ അതും പ്രശ്നം. പാവല്ലേ നിങ്ങളൊക്കെ. നിങ്ങളെ കാണാഞ്ഞാലും ഒരു മിസ്സിംഗ് ആണ്. അപ്പൊ മനുഷ്യന്റെ ഹിംസാത്മകമായിരിക്കുന്ന ആ വാസനയാണ് ക്രോധം എന്ന് പറയുന്നത്. ദേഷ്യം വരുമ്പോൾ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു എന്ന് അവന് തന്നെ ഒരു വെളിവും ബോധവും ഇല്ല. 8:15 അല്ലേ? ഒരു വെളിവും ബോധവും ഇല്ല മനുഷ്യന്. എന്താണ് ദേഷ്യം വരുമ്പോൾ ചെയ്യുന്നത്, എന്താണ് പറയുന്നത്, കയ്യിൽ കിട്ടിയ സാധനങ്ങൾ എടുത്ത് ഉടയ്ക്കുക, എന്തൊക്കെയോ കാണിച്ചു കൂട്ടും, പച്ച തെറി വിളിച്ചു പറയുക, അങ്ങനെ പല 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 സംഭവം അല്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് എന്ത് പോകുന്നത്? മനുഷ്യൻ പോകുന്നത്. നായാട്ട് എന്നതുകൊണ്ട് നിരപരാധികളായ വന്യമൃഗങ്ങളെ ഹിംസിക്കുക എന്നാണ് നമ്മൾ പഠിച്ചത്. നായാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടയാട്, മൃഗങ്ങളെയൊക്കെ, നിരപരാധികളായ കുറേ മൃഗങ്ങളെയൊക്കെ വേട്ടയാടുക എന്നാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ നിരപരാധികളായിരിക്കുന്ന ഏതൊന്നിനെയും, തെറ്റ് ചെയ്യാത്ത ഏതൊന്നിനെയും ഹിംസിക്കാനുള്ള, ദ്രോഹിക്കാനുള്ള, നശിപ്പിക്കാനുള്ള വാസന എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായില്ലേ? ക്രോധം അല്ലെങ്കിൽ ഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നായാട്ടെന്ന് പറഞ്ഞാൽ നിരപരാധികളായ ഏതൊന്നിനെയും,
അതായത് എന്തിനേയും നശിപ്പിക്കാൻ ചില വ്യക്തികൾ ഏതു വഴിയും സ്വീകരിക്കും. അവരുടെ ജീവിതത്തിലെ 3/4 സമയം എങ്ങനെ ആ വ്യക്തിയെ നശിപ്പിക്കാം, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെ നശിപ്പിക്കാം, അല്ലെങ്കിൽ ആ കുടുംബത്തെ നശിപ്പിക്കാം, ഈ ബോധവും മാത്രമാണ് അവരുടെ മൈൻഡിൽ ഉണ്ടാവുക. അങ്ങനെയുള്ള വ്യക്തികൾ ആരാണ്? ഹിംസാ സ്വഭാവമുള്ള വ്യക്തികളാണ്. അതിനവർ ഏതു വഴിയും സ്വീകരിക്കും. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ക്രോധം കൊണ്ടാണ്, ദേഷ്യം കൊണ്ടാണ്. മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ അന്യർക്ക് വേദനയുണ്ടാക്കുന്ന ഏതൊരു പ്രവൃത്തിയും ഹിംസയാണ്. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാൾക്ക് വേദനയുണ്ടാക്കുന്ന എന്ത് കാര്യവും ഹിംസയിൽ പെടുന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലാവുന്നു? അന്യനെ ദ്രോഹിക്കണമെന്ന ചിന്ത പോലും, ദ്രോഹിക്കണം എന്ന ചിന്ത പോലും ഹിംസയായിട്ടാണ് കണക്കാക്കുന്നത്. അന്യനെ ദ്രോഹിക്കണം എന്ന ചിന്ത പോലും എന്താണ്? ഹിംസയുടെ ഗണത്തിൽപ്പെടും. ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോൾ, നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു, എനിക്ക് ഇന്ന കാര്യം നേടിയെടുക്കണം, എനിക്ക് ഇന്ന കാര്യം നടത്തിയെടുക്കണം എന്ന് മനസ്സിൽ ആഗ്രഹിച്ചിട്ട് അത് നടക്കാതെ വരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ദേഷ്യമുണ്ടാവുന്നത്, ക്രോധമുണ്ടാവുന്നത്. വനത്തിലെ മുളകൾ തമ്മിൽ, കാട്ടിലെ മുളകളുണ്ട്, ഇത് തമ്മിൽ ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞ് എന്തുണ്ടാവും? അഗ്നി ഉണ്ടാവും. ഈ അഗ്നി എന്താ ഉണ്ടാവുന്നത്? ആ വനത്തെ തന്നെ നശിപ്പിച്ചു കളയും, കാട്ടുതീയായിട്ട്. ഒരുവനിലെ ദേഷ്യം മാത്രമല്ല, ഒരു വ്യക്തിയിലെ ദേഷ്യം മാത്രമല്ല, സമൂഹത്തെ നശിപ്പിക്കുന്നതിന് തന്നെ കാരണമായി തീരും. ഒരു വ്യക്തിക്ക് ഒരു ദേഷ്യം ഉണ്ടായി, ആ വ്യക്തി എന്താ ചെയ്യുക? അതിങ്ങനെ സ്പ്രെഡ് ചെയ്യും. അത് ഒരു സമൂഹത്തെയാണ് നശിപ്പിക്കുന്നത്. ഒരു വ്യക്തിയല്ല നശിപ്പിക്കുക, ഒരു സമൂഹത്തെ തന്നെ നശിപ്പിച്ചു കളയും. പൊതുവേ നമ്മൾ പറയും കേരളത്തിലൊക്കെ ഒരു പ്രസ്ഥാനം പച്ച പിടിച്ചു വരാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല, ഒരു കൂട്ടം ആളുകളാണ്. ഒരു വ്യക്തിയിൽ നിന്നുണ്ടാവുന്ന വിരോധം ആ കൂട്ടത്തെയാണ് നശിപ്പിക്കുന്നത്. ആ പറഞ്ഞതുപോലെ മുളകൾ തമ്മിൽ ഒരച്ചൊരച്ച് എന്തുണ്ടാവും? അഗ്നി ഉണ്ടാവും. ആ അഗ്നി ആ മുളകളെ മാത്രമല്ല നശിപ്പിക്കുന്നത്, ആ കാട്ടുതീ പടർന്ന ആ കാടിനെ മൊത്തം നശിപ്പിക്കുന്നത് പോലെ ഒരുവനിലെ കോപം അവനെ മാത്രമല്ല സമൂഹത്തെ തന്നെ നശിപ്പിക്കുന്നതിന് കാരണമായി തീരുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ലോകത്തിലെ എല്ലാ യുദ്ധങ്ങളുടെയും അടിസ്ഥാന കാരണം എന്താ? ക്രോധമാണ്. ലോകത്ത് ഏത് യുദ്ധം എടുത്താലും ആ യുദ്ധത്തിന് കാരണം ഒരു ദേഷ്യമാണ്, വൈരാഗ്യ മനോഭാവമാണ്. ക്രോധം കൊണ്ട് ശത്രുത ഉണ്ടാവും, ശത്രുത കൊണ്ട് കലഹം ഉണ്ടാവും, ഇല്ലേ? വാക്ക് തർക്കങ്ങൾ. കലഹം കൊണ്ട് നാശം സംഭവിക്കും. ക്രോധത്തിന്റെ തന്നെ അവാന്തര രൂപമാണ് ദ്വേഷം എന്ന് പറയുന്നത്. ദേഷ്യത്തിന്റെ മറ്റൊരു ഭാവമാണ് എന്ത്? ദേഷ്യത്തിന്റെ മറ്റൊരു ഭാവമാണ് ദോഷം എന്ന് പറയുന്നത്. നിന്ദ, അവഗണന, ക്ഷമയുടെ സ്ഥാനമില്ലായ്മ. ഒരു സ്ഥലത്ത് ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ അത് ക്രോധമായി മാറി. ആലോചിച്ചു, ക്ഷമിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ വന്നാൽ അത് ക്രോധമായി മാറി. വ്യക്തി ജീവിതത്തിൽ തന്നെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെടുത്താൽ ക്രോധം കൊണ്ട്, ദേഷ്യം കൊണ്ട് നാശം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ വ്യക്തിക്കുള്ളിൽ ഒരു ദേഷ്യമുണ്ടായാൽ ആ വ്യക്തി തന്നെ സ്വയം നശിച്ചു തീരും. ആ വ്യക്തിക്ക് ക്ഷമയുണ്ടോ? ആ വ്യക്തി ഉയരും, ഭഗവാൻ ഉയർത്തും. അവരൊന്നും ചെയ്യണ്ട, ക്ഷമയോടെ ഇരുന്നാൽ മതി. നമ്മൾ എത്രത്തോളം ഒരു കാര്യത്തിൽ ക്ഷമ പാലിക്കുന്നോ അത്രയും നമ്മൾ ഉയരും. എത്രത്തോളം നമ്മൾ എന്തേലും ചെയ്ത് നശിപ്പിക്കണം 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 എന്നുള്ള ചിന്തയുണ്ടാവുന്നോ ആ വ്യക്തി തന്നെ സ്വയം തീരും. വാളെടുത്തവൻ വാളാലെന്ന് കേട്ടിട്ടില്ലേ? അവർ തന്നെ സ്വയം നശിച്ചു തീരും. ക്രോധം കൊണ്ട് എപ്രകാരമാണ് നാശം സംഭവിക്കുന്നത് എന്ന് പരീക്ഷിത്തിന്റെ ചരിതത്തിലൂടെ, പരീക്ഷിത്ത് മഹാരാജന്റെ ചരിതത്തിലൂടെ ഭാഗവത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദേഷ്യം കൊണ്ട് എങ്ങനെയാണ് നാശം സംഭവിക്കുന്നത്? സമാധിനിഷ്ഠനും നിരപരാധിയുമായ ഒരു മുനിയുടെ നേരെ കോപം തോന്നി അദ്ദേഹത്തിന്റെ കഴുത്തില് ചത്ത പാമ്പിനെ കൊണ്ടുപോയി ഇട്ടതിന്റെ ഫലമാണ്, ആ ശാപമാണ് പരീക്ഷിത്ത് മഹാരാജാവ് നാശത്തിന് കാരണമായത്, അല്ലെ? ഒരു മുനിയുടെ കഴുത്തിൽ കൊണ്ടുപോയിട്ട് പരീക്ഷിത്ത് മഹാരാജ് എന്ത് ചെയ്തു? ഒരു പാമ്പിനെ, ഒരു ചത്ത പാമ്പിനെ കൊണ്ടിട്ട്. ആ ഒരൊറ്റ പ്രവൃത്തിയല്ലേ പരീക്ഷിത്ത് മഹാരാജാവ് അത്രയും വലിയ ദുരിതത്തിലേക്ക് പോയത്? ആധുനിക കാലത്തില്, ഇന്നത്തെ കാലത്തില് സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലുള്ള എല്ലാ സമരങ്ങൾക്കും വഴക്കുകൾക്കും എല്ലാം കാരണം എന്താ? ക്രോധമാണ്, ദേഷ്യമാണ്. അത് പിന്നീട് വെട്ടും കൊലയും കൊലപാതകത്തിലേക്കും പോയി ഒരു കുടുംബം തന്നെ ചിലപ്പം നാശത്തിലേക്ക് പോകും. ഭാര്യയും മക്കളും അമ്മയും അച്ഛനും ഒക്കെ അനാഥമായി, അവർക്ക് ആരും ഇല്ലാത്ത അവസ്ഥയായി. പിന്നെ എന്താ പറയാ, രക്തസാക്ഷിയാന്നും പറഞ്ഞിട്ട് മുട്ടുമടക്കി ജാഥ വിളിച്ചിട്ട് എന്താ കാര്യമുള്ളത്?
പെറ്റ വയറിന് താങ്ങാൻ പറ്റൂ? ആലോചിച്ച് നോക്കൂ. ജന്മം നൽകിയ ആ വയറിനത് താങ്ങാൻ പറ്റുമോ? എത്ര ജയ് വിളിച്ചിട്ടും കാര്യമില്ല. ആ മാതൃത്വം നിറഞ്ഞ ഹൃദയത്തിന്റെ പെടച്ചിലിന് ഒന്നും പകരമാവില്ല. ഇല്ലേ? ലോകം മുഴുവൻ ഫ്ലെക്സും അല്ലെങ്കിൽ വലിയ ഭീമാകാരമായ രൂപവും പ്രതിഷ്ഠിച്ചിട്ട് ഓർമ്മ ദിവസം അനുശോചിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആ ഭാര്യയ്ക്ക് ആ ഭർത്താവിനെ തിരിച്ചു കിട്ടുമോ? ആ മക്കൾക്ക് അച്ഛനെ തിരിച്ചു കിട്ടുമോ? ആ അമ്മയ്ക്ക് മകനെ തിരിച്ചു കിട്ടുമോ? ആ പെങ്ങൾക്ക് സഹോദരിയെ തിരിച്ചു കിട്ടുമോ? കിട്ടില്ല. ഒന്നിനും പകരമാവില്ല അത്. അപ്പോൾ നമ്മൾ അത് അത്രയും മനസ്സിലാക്കണം. നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഒന്നിനും പകരമാവില്ല എന്ന് മനസ്സിലാക്കണം. അരി വാങ്ങിയപ്പോ മാറിപ്പോയോ വീണ്ടും? ഇത് എന്തുണ്ട്? കേരള റൈസ് തന്നെ 80 രൂപയുടെ അല്ലേ? 1 കിലോ അരിക്ക് 80 രൂപയാ. രക്ഷയില്ല. പിന്നമ്മയ്ക്ക് ചോറ് തന്നെ വേണം രാത്രി, വേറെ ഒന്നും പറ്റൂല. പിന്നമ്മയ്ക്കുള്ള ചോറ് വെച്ചുകൊണ്ടിരിക്കുക. അതാ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് നോക്കുന്നത്, വെന്തോ. പ്രത്യേകിച്ച് ഞാനൊരു ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കിയ പിന്നെ ഒരു രക്ഷയില്ല. അപ്പോൾ ഇതെല്ലാം ക്രോധത്തിന്റെ പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ? ധനത്തോടുള്ള മനുഷ്യന്റെ ആർത്തി, ഈ ആർത്തിനെയാണ് ലോഭം എന്ന് പറയുന്നത്. ലോഭത്തിന് വിധേയമായിട്ട് ഏത് രീതിയിലും പണം സമ്പാദിക്കണം, അതെങ്ങനെ പോയിട്ടാണെങ്കിലും പണം സമ്പാദിക്കണം. ഈ ആഗ്രഹമാണ് ഒരു മനുഷ്യന്റെ എല്ലാ കള്ളത്തരത്തിനും അസത്യത്തിനും കാരണമാണ്. എന്നാൽ ആ പണം നമ്മുടെ കയ്യിൽ നിൽക്കോ? ഇല്ല. ഒരു വഴിക്കല്ലേ മറ്റൊരു വഴിക്ക് ചെലവായിക്കൊണ്ടേയിരിക്കും. ദാരിദ്ര്യാവസ്ഥയിലേക്ക് പോകും. എത്ര കിട്ടിയാലും കൃത്യമാവാത്ത അവസ്ഥ. അവസാനം എല്ലാം കൂടി നമ്മളൊന്ന് തീരും. വീണ്ടും ഒന്നേന്ന് പറഞ്ഞ് വീണ്ടും വരും. അപ്പൊ അനാവശ്യമായിരിക്കുന്ന ഒരു ധനം ലക്ഷ്മി ദേവി നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ദേവി പോകും. എവിടെയാണോ സ്ഥാനം ഉചിതമായത് അവിടെ ദേവി നിൽക്കൂ, അല്ലാത്തടത്ത് നിൽക്കില്ല. മനുഷ്യന്റെ എല്ലാ കപട പ്രവൃത്തികളുടെയും അസത്യത്തിന്റെയും കാരണം തന്നെ ലോഭമാണ്. മെസ്സേജ് ഇട്ടോ ഈ മഞ്ജരീസിലേക്ക്. മനുഷ്യന്റെ എല്ലാ അസത്യത്തിന്റെയും കാരണം എന്താണ്? കപടമാണ്, ലോഭമാണ്. അപ്പൊ ഈ ലോഭത്തിന് കാരണമായി തീരുന്നത് എന്താ? ഒരു മനുഷ്യന്റെ ആഗ്രഹമാണ് ഇതിന്റെയൊക്കെ പിന്നില്. ലോഭത്തിന് അടിമപ്പെട്ടവൻ മാനുഷിക ബന്ധങ്ങളെ എല്ലാം മറന്നു പോവാണ്. എന്റെ സഹോദരിയാണ്, സഹോദരനാണ്, അച്ഛനാണ്, അമ്മയാണ്, മക്കളാണ്, സുഹൃത്താണ്. ഈ ബന്ധങ്ങളെ എല്ലാം മറന്നിട്ടാണ് പണത്തിന് വേണ്ടി ഒരു മനുഷ്യൻ എന്തും ചെയ്യുന്നത്, ആരെക്കുറിച്ചും എന്തും പറയുന്നത്. ഇല്ലേ? സൗഹൃദത്തിനൊക്കെ ഭയങ്കരം ഡെപ്ത് ഉണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ, എൻ്റെ സുഹൃത്തുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിലൊരു പങ്ക് എൻ്റെ സൗഹൃദത്തിനാണ്. സീരിയസ്ലി. നമ്മളൊക്കെ ഇന്ന് ഒരു എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റീസ് എന്നിലുണ്ടെങ്കിൽ അതിന് ഒരു സപ്പോർട്ട് എൻ്റെ സുഹൃത്താണ്. സുഹൃത്തെന്ന് പറയാൻ പറ്റില്ല, സുഹൃത്തുക്കൾ. ആ സൗഹൃദ ബന്ധങ്ങൾ പോലും ചിലപ്പോൾ മറന്നു പോണ അവസ്ഥ മനുഷ്യർക്ക് ഉണ്ടാവും. ഇതൊക്കെ ആഗ്രഹങ്ങൾക്ക് പുറമേയുള്ള സംഭവങ്ങളാണ്. ആഗ്രഹമാണ് ഒരു മനുഷ്യനെ നാശത്തിലേക്ക് എത്തിക്കുന്നത്. ദുര്യോധനാദികൾ ലോഭത്തിന് അടിമപ്പെട്ട പാണ്ഡവരുടെ രാജ്യം അപഹരിച്ചത് മൂലം നാശത്തെ പ്രാപിച്ചതിന് ഇതിന് ഉത്തമ ഉദാഹരണമാണ് അല്ലെ? ദുര്യോധനാദികൾക്കും എന്തായിരുന്നു? ആഗ്രഹമായിരുന്നു. ഈ ആഗ്രഹം തന്നെയാണ് അവരെയും നാശത്തിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ നോക്കുമ്പോൾ ആഗ്രഹങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആഗ്രഹം കൊണ്ടാണ് അവരും നശിച്ചു പോയത്. പാണ്ഡവരോടുള്ള ആ ഒരു എന്താ പറയാ, പാണ്ഡവര രാജ്യത്തിനോടുള്ള അമിതമായ ആസക്തിയാണ് കൗരവരെ നാശത്തിലേക്ക് എത്തിച്ചത്. അല്ലാന്ന് പറയാൻ പറ്റും. നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. താൻ മാത്രമാണ് ശ്രേഷ്ഠമായിരിക്കുന്നത്, മറ്റെല്ലാം തനിക്ക് അടിയിൽ ജീവിക്കണം എന്നുള്ള ഒരു വിചാരത്തെയാണ് നമ്മൾ മതം എന്ന് പറയുന്നത്. ഞാനാണ് ടോപ്പ് പോസ്റ്റ്, എല്ലാം എൻ്റെ താഴെ നിൽക്കണം. ഈ ചിന്തയാണ് നമ്മൾ മതം എന്ന് പറയുന്നത്. ഈ മതമാണ് ഒരു മനുഷ്യനെ മദ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാനെന്തോ വലിയ സംഭവബഹുലമായ ഒരാളാണെന്നുള്ള വ്യക്തി നേരെ കുപ്പി പൊട്ടിക്കുക, കുടിക്കുക, മദ്യത്തിലേക്ക് കൊണ്ടുപോകും. ഈ വിചാരത്തോടു കൂടിയ ഏതൊരു പ്രവൃത്തിയെയും നമുക്ക് മദ്യപാനമായിട്ട് കാണാം. അല്ലാതെ നമ്മുടെ ബ്രാൻഡി കുടിക്കുന്നതിനെയും കള്ളു കുടിക്കുന്നതിനെയും മാത്രമല്ല മദ്യപാനം എന്ന് പറയുന്നത്. അത് മാത്രമല്ല മദ്യപാനം. ഞാനാണ് ടോപ്പ് പോസ്റ്റ് എന്ന ചിന്ത, എല്ലാം എൻ്റെ താഴെ നിൽക്കുന്നു എന്നുള്ള ആ ചിന്തയാണ് മദ്യപാനം, മതം എന്ന് പറയുന്നത്. മനസ്സിലായി? അതുപോലെ തന്നെ മതത്തെ ഉണ്ടാക്കുന്ന ആഹാര രീതികൾ, ചില വ്യക്തികളുടെ ആഹാര രീതികൾ, ജീവിതചര്യകൾ, ജീവിക്കുന്ന രീതികൾ,
ഇതെല്ലാം ഈ മതം എന്ന് പറയുന്ന, മതവും മദ്യപാനവും എന്ന് പറയുന്ന അവസ്ഥയെ നമുക്ക് കണക്കാക്കാൻ പറ്റും. നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ ഡെയിലി റൊട്ടീൻ ലൈഫിൽ അഹങ്കാരത്തോടുകൂടി മതത്തോടുകൂടി ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും നാശത്തിനും ദുഃഖത്തിനും കാരണമാണ്. നമ്മൾ എന്തൊരു പ്രവൃത്തി അഹങ്കാരത്തോടു കൂടി ചെയ്താലും അത് നാശത്തിനാണ് കാരണം. ഞാൻ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല, ഞാൻ വിചാരിച്ചാൽ എന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ സാധിക്കും, ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യം നടക്കും, അതിന് ഏതറ്റം വരെ ഞാൻ പോയെന്നൊക്കെ പറഞ്ഞ് ചില വ്യക്തികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ അവരുടെ തീരുമാനങ്ങൾക്ക് അപ്പുറമാണ് ഈശ്വരന്റെ നിശ്ചയം. ഈശ്വരൻ നിശ്ചയിക്കുന്നു ഇന്ന കാര്യം നടക്കുമെന്ന് പറഞ്ഞാൽ അത് നടന്നിരിക്കും. അതിനെ മേലെ കൊണ്ട് ചാടി ഒന്നും ചെയ്യാൻ ഒരാളെ കൊണ്ടും സാധിക്കില്ല. അത് നമ്മൾ തിരിച്ചറിയണം. ഞാൻ വിചാരിച്ചാൽ അത് മുടക്കാൻ സാധിക്കുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഈശ്വരൻ വിചാരിക്കണം മുടങ്ങാൻ, ഇല്ലേ? ഈശ്വരനേ അത് തീരുമാനിക്കണം. നമ്മളുടെ കാര്യങ്ങൾക്ക് മുകളിലൊന്നും അത് പോവില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെയും നമ്മൾ എന്ത് പറയും? മദ്യപാനം എന്ന ഗണത്തിൽപ്പെടുത്തും. മതത്തിന് വിധേയനായവൻ ബന്ധുത്വത്തെയോ മിത്രത്വത്തെയോ നോക്കാറില്ല. ഒരു അഹങ്കാരം, അത് മത സ്വഭാവത്തിന് അടിമപ്പെട്ടാൽ ബന്ധുവാണ്, മിത്രമാണ്, സുഹൃത്താണ്, ഈ ചിന്തയൊന്നും ആ വ്യക്തികളിൽ ആരെക്കുറിച്ച് എന്തും ചെയ്യും, എന്തും പറയും, എങ്ങനെയും പോകും. അതിനേതു വഴിയും സ്വീകരിക്കും. അതല്ലേ ദുര്യോധനാദികള് പാണ്ഡവരോട് ചെയ്തത്. കള്ളച്ചൂതുകളിലൂടെ തോൽപ്പിച്ചു, അരക്കില്ലം ചുട്ടരിച്ചു, ഇങ്ങനെ എന്തെല്ലാം ദ്രോഹം ചെയ്തു. എന്നിട്ടും പാണ്ഡവർ ജയിച്ചു. കൃഷ്ണൻ അവരുടെ പക്ഷത്ത് നിന്നു. അതേപോലെ ഏതു വഴിയും സ്വീകരിച്ച് നമ്മൾ ഒരാളെ നശിപ്പിക്കുന്ന വിചാരിച്ചാൽ ഭഗവാൻ വിചാരിക്കണം അവർ നശിക്കണമെങ്കിൽ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ ചിന്തിക്കുകയാണ്, അവരെന്റെ പ്രിയപ്പെട്ടവരാണ്, അവരുടെ കാര്യങ്ങൾക്ക് ഒരു തടസ്സം ഉണ്ടാവില്ല എന്ന് ഭഗവാൻ വിചാരിച്ചാൽ അത് തടസ്സമില്ലാതെ തന്നെ പോവും. നമ്മൾ ശ്രമിച്ച സമയം കളയണ്ട. ഭഗവാൻ വിജയിപ്പിക്കും എന്ന് വിചാരിച്ചാൽ ഒരു വ്യക്തിയെ ഭഗവാൻ ഉയർത്തിയിരിക്കും, സംശയമില്ല. മദ്യപിച്ച് ബോധം നശിച്ചവൻ എന്താ ചെയ്യാം, എന്താ പറയാ എന്നൊക്കെ അയാൾക്ക് തന്നെ ഒരു വെളിവും ബോധം ഉണ്ടാവില്ല. അയാൾ എന്തും പറയും, എന്തും ചെയ്യും. ഇതേപോലെയാണ് മതവികാരത്തിന് അടിമപ്പെട്ടവരുടെ അവസ്ഥ. തീർത്ഥയാത്രയ്ക്കായി പ്രഭാസത്തിലെത്തിയ യാദവർ മദ്യപിച്ച് ബോധഹീനരായി ചേരി തിരിഞ്ഞ് കലഹിച്ചു. അങ്ങനെ വംശം തന്നെ ഇല്ലാതാക്കി തീർന്നു എന്നുള്ളത് പുരാണത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഭാഗവതം മതം കൊണ്ട് മനുഷ്യൻ എപ്രകാരമാണ് നാശത്തെ പ്രാപിക്കുക എന്നുള്ളത് നമ്മൾ പഠിക്കണം. മനസ്സിലായില്ലേ? നമ്മൾ എങ്ങനെയാണ് ഒരു നാശത്തിലേക്ക് എത്തുന്നത്? എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ജപിച്ചിട്ടും കാര്യമില്ല. നമ്മുടെ ഹൃദയം ശരിയല്ല എങ്കിൽ നാശം ഉറപ്പാണ്. അതേസമയം നമ്മളൊന്നും ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കുക മാത്രമാണെങ്കിൽ ഈ ലോകം മുഴുവൻ നമ്മൾക്ക് എതിരായി നിന്നാലും ഈശ്വരൻ നമ്മളെ വിജയിപ്പിക്കും, നമ്മളെ ഉയർത്തും. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യരുത്? അഹങ്കരിക്കരുത്. ക്ഷമയോടെ ഇരിക്കുക. ക്ഷമിക്കാനുള്ളൊരു മനസ്സുണ്ടാവും. നമ്മൾക്ക് താല്പര്യമില്ലാത്തത് പത്തടി മാറ്റി നിർത്തുക. ആ ഭാഗം തിരിയണ്ട. നമ്മളായി, നമ്മുടെ കാര്യങ്ങളായി, ആ രീതിയിലോട്ട് നമ്മൾ പോവാം. ഓക്കെ, അപ്പം പോരെ ഇന്നത്തെ ക്ലാസ്. ബാക്കി നാളെ എന്ത് പറയുന്നു? 9:15 മണിക്കൂർ. ഓക്കെ, ബാക്കി നമുക്ക് നാളെ എടുക്കാം കേട്ടോ. കുറേ ക്ലാസ് ഉണ്ടായിരുന്നു, തലവേദന എടുക്കുന്നു. ഇനി വിളിക്കാനുള്ളവരെയൊക്കെ ഞാൻ നാളെ വിളിച്ചോളാം. ഓക്കെ, കുറച്ച് റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഒത്തിരി മിസ് കോൾസ് ഉണ്ട് മഞ്ജരീസിൽ. നാളെ രാവിലെ മോസ്റ്റ്ലി ക്ലാസ് ഉണ്ടാവില്ല. നാളെ ഞാൻ വിളിച്ചോളാം എല്ലാവരെയും. പെൻഡിങ് കോൾസ്, ഇന്ന് വന്ന കോൾസ് എല്ലാം നാളെ രാവിലെ തിരിച്ച് വിളിക്കാം. ഓക്കെ, ഇന്നിപ്പം ഞാനൊന്ന് പോയി കുറച്ച് നേരം കിടക്കട്ടെ, എങ്കിലേ രാവിലെ എണീക്കാൻ പറ്റും. നല്ല തലവേദനയുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വിളിക്കണമെങ്കിൽ ഒന്ന് മിസ് കോൾ അടിച്ചിട്ടോളൂ. രാവിലെ ഞാൻ എൻ്റെ രാവിലത്തെ ജോലി, ജിമ്മ് പോക്കൊക്കെ കഴിഞ്ഞ് വന്ന് പൂജയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ മിസ് കോൾസിലേക്കൊക്കെ തിരിച്ച് വിളിക്കാം കേട്ടോ. ആരാണേലും മിസ് കോൾ ചെയ്തിട്ടാൽ മതി ഫോണിൽ. ഓക്കെ, അപ്പോൾ എല്ലാ മിസ് കോൾസിലേക്കും രാവിലെ തിരിച്ച് വിളിക്കാം. എല്ലാവരും സന്തോഷമായിട്ട് കിടന്നുറങ്ങുക, സമാധാനമായിട്ട് കിടന്നുറങ്ങുക, സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുക, ഭക്ഷണം കഴിക്കുക, നല്ല ചിന്തയിൽ നല്ല സ്വപ്നങ്ങൾ കണ്ട് കിടക്കുക. പ്രശ്നങ്ങളെല്ലാം തീരും, ഉറപ്പാണ്. കാലാകാലം ഭഗവാൻ നിങ്ങളെ ഇങ്ങനെ ദുഃഖത്തിൽ നിർത്തില്ല, എന്നെയും നിങ്ങളെ ഒന്നും.
ആ ദുഃഖത്തിൽ നിന്നൊക്കെ ഭഗവാൻ നമ്മളെ പുറത്ത് കൊണ്ടുവരും. വിഷ്ണു സഹസ്രനാമം ഹെഡ്സെറ്റ് ഇട്ട് കേട്ട് കിടന്നുറങ്ങും. ലളിത സഹസ്രനാമൊക്കെ ഹെഡ്സെറ്റ് ഇട്ട് കേട്ട് കിടന്നുറങ്ങും കേട്ടോ. നമ്മുടെ ക്ലാസ് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഷെയറിങ് വളരെ കുറവാണ്, അത് എനിക്ക് വിഷമം ഉണ്ടാക്കുന്നു. അപ്പം അത് ഷെയർ ചെയ്യാം മാക്സിമം. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാഭവനപുരേഷ്യൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഗുഡ് നൈറ്റ് ത്രിവേണിയമ്മ. അപ്പം 9342 നമ്മുടെ മഞ്ജരീസിന്റെ നമ്പർ നോട്ട് ചെയ്യും. 9342494941 93 42 49 49 41 മിസ് കോൾ അടിച്ചിടും. രാവിലെ ഞാൻ എൻ്റെ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് ഒരു 10-10:30 ശേഷം ഓരോരുത്തരെയും വിളിക്കാം. ഓക്കെ, നമസ്തേ. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. അതെ, നാളെ കാണാം.